അസ്സലാമു അലൈക്കും. നമ്മുടെ ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കാണ്, നമ്മൾ ഉത്തരം പറഞ്ഞില്ല. ഇവിടെ ഖാലിഖല്ല മഹാത്മാവാണ് എന്ന വിശ്വാസം ആണെങ്കിൽ ശിർക്കല്ല എന്ന് പറഞ്ഞതിന് നിങ്ങൾ തെളിവ് തന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതിന് ആയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരായത്തിന്റെ വിശദീകരണത്തിൽ റാസി തന്നെ പറഞ്ഞിട്ടുണ്ട് ഖാലിഖ് ആവണം എന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടേ ഇല്ല. അതിനുവേണ്ടിയാണ് ഞാൻ തെളിവ് ധരിച്ചത്. നിങ്ങൾ പറഞ്ഞു അങ്ങനെ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആനിന്റെ തഫ്സീറാണ് ഞാൻ അതിനുവേണ്ടിയാണ് ഞാൻ വായിച്ചത്. ചോദ്യം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു റാസിയുടെ എന്ത് ചോദ്യം ഇല്ലല്ല, റാസിയുടെ വിഷയങ്ങൾ പറഞ്ഞു എന്ത് ഖബർ മുത്തുന്ന മറ്റു കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഖബർ മുത്താൻ പറ്റുന്നാണോ? ഖബറിങ്ങനെ എന്താണ് ആര് പൊടി കൊടുത്ത് മേത്തെടുക്കാൻ പറ്റുന്നാണോ നിങ്ങളുടെ വിശ്വാസം? എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താ? ഇതൊക്കെ ഇവിടെ പറഞ്ഞ ചോദ്യം എന്താ? ചോദ്യം റാസി പറഞ്ഞു നിങ്ങൾ ഖബർ മുത്തണം, അതൊക്കെ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി അവിടെ മുത്തണം തൊടണം എന്നൊക്കെ പറയുന്നത് റാസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റാസി പറഞ്ഞു ശരിയാണെന്ന് നിങ്ങളുടെ വാദം. അതാണോ നിങ്ങളുടെ സമസ്തയുടെ വാദം? അതന്നെയാണോ? അതായത് ഖബർ പോയി മുത്തണം എന്നാണോ, തൊഴണം എന്നാണോ, അങ്ങനെ ബഹുമാനിക്കണം എന്നാണോ? റാസിമാൻ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ വാദം. അടുത്തേക്ക്. എന്നാൽ ഞാൻ ഇമാം നവവിയുടെ ഒരു ഉദ്ധരണി പറയാം. അതായത് ഏതിലാ പറയാം? ഷറഹുൽ മുഹദ്ദബിലെ 8ാം വാള്യത്തിൽ 275-ാമത്തെ പേജിൽ ഇമാം നവവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തവാഫ് ചുറ്റാൻ ചെയ്യാൻ പാടില്ല. തന്റെ വയറുകൊണ്ടോ മുതുകൊണ്ടോ ഖബറിന് ചുവനെ സ്പർശിക്കുന്നത് വെറുക്കപ്പെട്ടതാണ്. ഇപ്രകാരം അബൂ ഉബൈദുൽ ഹലീമിയിൽ മറ്റും പറയുന്നു. അവർ വീണ്ടും പറയുന്നു ഖബറിനെ കൈകൊണ്ട് തൊടലും ചുംബിക്കലും വെറുക്കപ്പെട്ട കറാഹത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അകന്നു നിൽക്കുന്നത് പോലെ അകന്നു നിൽക്കണം. ഇമാം നവവി പറഞ്ഞതാണ്. അത് ഇമാം നവവിയുടെ വാർത്ത ഞാൻ പറഞ്ഞല്ലോ. ഏതെങ്കിലും മൗലവിയുടെ നിങ്ങൾ പരിഭാഷ കൊണ്ടുവന്നിട്ട് വായിച്ചാൽ അത് ഞങ്ങൾക്കറിയാം. അത് നേരത്തെ ഞങ്ങൾ ഫത്വ ബാരി പിടിക്കാൻ കാരണമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കും. നേരത്തെ റാസി വായിച്ചപ്പോൾ ഞങ്ങൾ വ്യക്തമായി ഇബാർത്ത് വെച്ച് അർത്ഥം വെച്ച് പ്രശ്നം തീർന്നല്ലോ. ഇത് നിങ്ങൾ എന്തെങ്കിലും വായിക്കാൻ ഞങ്ങൾ പറഞ്ഞു. ഇമാം റാസി ഒരു മിനിറ്റ് കോട്ടിക്ക് ഞാൻ അതാ പറഞ്ഞത്. ഷറഹുൽ മുഹദ്ദബിൽ 8ാം വാള്യത്തിൽ 275 നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ പറയാലോ. അപ്പൊ മൗലവി കളവ് പറഞ്ഞ് മനസ്സിലാവല്ലോ. ഞങ്ങൾ അതാ പറഞ്ഞത്. റാസിമാ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഇമാം നബി റളിയല്ലാഹു പറയില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇതിനെന്താ വിശദീകരണം പറഞ്ഞു തരണം. ഞങ്ങൾ വിശദീകരണം പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ? നേരത്തെ ഞങ്ങൾ റാസിമാ ഒരു മിനിറ്റ് പറയട്ടെ, നിങ്ങൾ മയക്കുന്നു. നിങ്ങൾ റാസി ഇമാമിന്റെ കിതാബിൽ എന്ത് പറഞ്ഞു? നിങ്ങൾ ഇങ്ങനെ പോയിട്ട് നിങ്ങളെ ലക്ഷ്യം ഞങ്ങൾക്ക് ശരിക്കറിയാം. നിങ്ങളെ ലക്ഷ്യം തരുന്നത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് വേറൊരാവശ്യം തെറ്റിക്കാതെ ഇത് കരക്കളവർ നടക്കില്ല. ഞങ്ങൾ പറഞ്ഞ ലക്ഷ്യത്തിക്ക് റാസി ഇമാമിന്റെ യുദ്ധം നിങ്ങൾ വായിച്ചു. എന്തിനാ ഞങ്ങൾ വായിച്ചത്? ഖബറിന് പോകുന്നതും അവിടെ പോയി ശഫാഅത്തും തെറ്റാണ്. അതിന് ഞങ്ങൾ റാസി ഇമാമിന്റെ തെറ്റല്ല ഷിർക്ക്, അതാ പ്രശ്നം. അതിന് ഞങ്ങൾ തഫ്സീറു റാസിന് തന്നെ റസൂലുള്ളാഹിന്റെ ഖബറിന് പോയി വയർജൂന ശഫാഅത്തക എന്ന് തിരുത്തി. ഇനി നിങ്ങളാണ് എന്ത് പറയേണ്ടത്? റാസി ഇമാം ആദ്യം പറഞ്ഞ എതിരാണോ അല്ലേ? അത് നിങ്ങളെ പറയേണ്ടത്. എന്നിട്ട് ഞങ്ങൾ മറ്റൊന്ന് കിടക്കേണ്ടത്. ഞങ്ങൾ ഇമാമിയങ്ങൾ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ നിൽക്കണം. അതിന്റെ അപ്പുറം ഒരു അഭിപ്രായം വേണ്ട. ഇത് ഏത് പുസ്തകം? ഇത് നിങ്ങളെ ഇസ്ലാഹാണ്, മറ്റിസ്ലാഹല്ല. ജിന്നൂരികളെ ഇസ്ലാഹാണിത്. ഈ പുസ്തകത്തിൽ പറയുന്നു ഇമാമിയങ്ങൾ പറഞ്ഞ അപ്പുറം പോകണ്ട. ഇമാം റാസി റളിയല്ലാഹു പറഞ്ഞു വയർജൂന ശഫാഅത്തക, അത് തീർക്കി. എന്നിട്ട് ഇമാം നബി റളിയല്ലാഹു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞുതരാം, ഇത് തീർക്കി. റാസി ഇമാം പറഞ്ഞ വൈരുദ്ധ്യമുണ്ടോ ഇല്ലോ? നിങ്ങൾ പറയും ഉണ്ടോ ഇല്ലേ? എന്താണെന്ന് പറഞ്ഞു. റാസിമാ പറഞ്ഞത് എന്താന്നൊക്കെ വിഷയം ഇവിടെ മുഖാമുഖം വെച്ച് ക്ലിയർ ആയി പറയും. വിചാരമാണ് ഇവിടെ വിഷയം പറഞ്ഞു. നിങ്ങളെ ലക്ഷ്യം അറിയോ? ഞങ്ങൾ ഒന്നും പറയുമ്പോൾ വേറെ കിതാബ് കിടക്കുക, അത് പറയുമ്പോൾ വേറെ കിതാബ് കിടക്കുക. ഒരു ടൈമിന്റെ പ്രശ്നമില്ല. നിൽക്ക് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു മൈക്ക് കൊടുക്ക്. റാസിമാവിന്റെ ഉദ്ധരണിക്ക് റാസിമാവിന്റെ ഉദ്ധരണി ഞങ്ങൾ ഉദ്ധരിച്ചത് നബിമാമിന്റെ അല്ല. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ പറയണം റാസി ഇമാം പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയണം റാസി ഇമാം ഈ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്, ആ പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്. അതുവേ ഇത് ആദ്യം പറഞ്ഞത് അതല്ല ഇത്. ഞങ്ങൾ ചെയ്യുന്ന ആശയത്തെക്കുറിച്ച് ഇമാം റാസി അംഗീകരിച്ചതാണ്. ആ ഖബറുകൾ പോക്ക് ഈ വിഷയത്തെക്കുറിച്ചല്ല. രണ്ടാണ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വിഷയം മാറ്റി.
എന്തേ കബർ മുത്താൻ പറ്റുമോ? ഇമാം നബി പറഞ്ഞിട്ടില്ലേ? വിഷയങ്ങൾ ചർച്ച തരുന്നു. കബറിനെ പോകലും അവിടെ പോയി ഷഫാഅത്ത് തൊടലും അതിനെക്കുറിച്ച് റാജി ഉദ്ധരിച്ചു. അതിന് റാജുവിനെ മറുപടി പറഞ്ഞു. അപ്പൊ വേറെ ചർച്ച നടക്കണ്ടേ? കബർ മുത്താൻ പറ്റുമോ? മസ്അല അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. എന്താണ് നബിമാൻ പറഞ്ഞത്? എന്താണ് ഇബ്നു തൈമിയ്യ തങ്ങൾ പറഞ്ഞത്? എന്താണ് സയ്യിദ് മഖ്ദൂം പറഞ്ഞത്? ഓരോന്ന് മണിയായി പറഞ്ഞുതരും. എന്നിട്ട് ഞങ്ങൾ പോകുള്ളൂ. ഇത് തീരുമാനിക്കാൻ ഇപ്പൊ ഷിർക്ക് തീരട്ടെ. ഇതൊരു മസ്അല പറയാം. ഷിർക്ക് തീരട്ടെ. ഷിർക്ക് നിങ്ങൾ പറഞ്ഞ ഇതിന് മറുപടിയാണ്. ഷിർക്ക് നിങ്ങൾ പറഞ്ഞ റാജിന്റെ ഭാഗത്ത് പറഞ്ഞ കബറിനെ പോകലും അവിടെ പോയി ഷഫാഅത്ത് തേടലും ഷിർക്കാണ്. അങ്ങനെയാണെങ്കിൽ അതേ ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറുർ റാസിയുടെ 33-ാം വാല്യത്തിൽ ഞങ്ങൾ ഉദ്ധരിച്ചു. ഞങ്ങൾ എന്താ ഉദ്ധരിച്ചത്? റസൂലുള്ളാഹിന്റെ കബറിൽ അവർ വരുന്നു. വയർജൂന ഷഫാഅത്തക, നബിയെ അങ്ങയുടെ ഷഫാഅത്ത് അവർ തേടുന്നു. ഞങ്ങളിപ്പോഴും പറയുന്നു എന്തൊരു ആനന്ദമുള്ളവർ അല്ലെ? പുണ്യനബിയുടെ പരിശുദ്ധമായ കബറിനെ പോയി അവർ ഷഫാഅത്ത് തേടുന്നു. നിങ്ങൾ പറഞ്ഞ ഷിർക്കിനെ അതേ റാജ് ഉദ്ധരിക്കുന്നു. അപ്പോൾ ചർച്ച മാറ്റുന്നത് എന്താ? ചർച്ച കബറിന് പോയി മുത്താൻ പറ്റില്ലേ? അത് അടുത്ത ചർച്ചയാണ്. നിങ്ങൾ ചോദിച്ചോളൂ മറുപടി. ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ? നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് തഫ്സീർ റാസി, അതേ ഇമാം റാസി തങ്ങളുടെ അതേ കിതാബിൽ നിന്ന് അതേ ആശയം ഉൾക്കൊള്ളുന്ന ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മസ്അലയിലേക്ക് കിടക്കണ്ട. അത് പിന്നെ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെളിവാണ് ഞാൻ പറഞ്ഞത്. റാജിയുടെ ഇമാം ഉദ്ധരണി കൊണ്ടുവരാനുള്ള കാരണമുണ്ട്. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ റാജി കൊണ്ടുവന്നത്. അപ്പൊ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു മഹാത്മാരുടെ മക്കാവിന്റെ വിശ്വാസമല്ല, അത് ഉണ്ടെന്ന് റാജി തന്നെ പറഞ്ഞു. മഹാത്മാക്കളുടെ വിശ്വാസം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ വാദം പൊളിഞ്ഞു ചെയ്തു. അതിനാ ഞാൻ റാജി കൊണ്ടുവന്നത്. സഹോദര പറഞ്ഞത് അതിനാ പറഞ്ഞത് റാസിമാൻ പറഞ്ഞത് ആ വിഭാഗത്തെ കുറിച്ചല്ല. ഏത് കബറിനെ പോയി സഹായം തേടുന്ന സുന്നികൾ ചെയ്യുന്ന ഏത് കബറിൽ കിടക്കുന്ന മഹാത്മാക്കൾ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ് എന്ന നിലക്ക് കബറിനെ പോകുന്നതോ അവിടെ ഷഫാഅത്ത് തേടുന്നത് തെറ്റല്ല എന്ന് റാസിന്റെ പാർട്ടി തിരിച്ചു. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ തിരിച്ചു ഉദ്ധരണി ഞങ്ങൾക്ക് ബാധകല്ല. അല്ലെങ്കിൽ എന്ത് പറയണം? റാസിമ ഒരു സ്ഥലത്ത് പറഞ്ഞ് കബറിനെ പോക്ക് ഷിർക്കാണ്, ഒരു സ്ഥലത്ത് പറഞ്ഞ് തൗഹീദാണ്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം കൊടുക്കും. അങ്ങനെയാണോ? നിങ്ങൾ റാസിമാൻ പറഞ്ഞത് എന്താ? നിങ്ങൾ നോക്കണേ, ഞാൻ വായിക്കാം. അതായത് മഹത്തുക്കളുടെ കബറുകൾ ബഹുമാനിച്ചാൽ ആ കബറാളികൾ അവർക്കു വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്നാണ് അവരുടെ വിശ്വാസം. അർത്ഥത്തിന് തെറ്റണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, പ്രശ്നം തന്നില്ലേ? മലയാളം ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടി മലയാളം പറയുന്നത്. നിങ്ങൾക്ക് അതേ തിരിയുള്ളൂ. അതുകൊണ്ട് ആയിക്കോട്ടെ, ജനങ്ങൾക്ക് മലയാളം തിരിയുള്ളതല്ല, നിങ്ങൾക്ക് മലയാളേ തിരിയൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കിതാബിടുന്ന് വായിച്ചല്ലോ. ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ആർക്കും തിരിയും. ഞങ്ങൾ ചോദിക്കുന്നത് അറിയോ? റാസിമ ഒരു സ്ഥലത്ത് കബറിനെ പോകൽ തൗഹീദും ഒരു സ്ഥലത്ത് കബറിനെ പോക്ക് ശിർക്കാണെന്ന് പറയോ? ഇല്ലേ? പറയില്ലേ? കബറിങ്ങ പോക്ക് ചെറുക്കാൻ പ്രായം പറയുന്നില്ലല്ലോ. മുജാദ് പറയുന്നുണ്ട് കബറിങ്ങ ചെറുക്കാന്ന്. കബറിനെ പോക്ക് നമ്മൾ തർക്കത്തിലേക്ക് കബറിങ്ങ പോലെ സുന്നത്തായ കബർ സന്ദർശനം ഉണ്ടല്ലോ, ഉണ്ട്. സുന്നത്തായ ഞാൻ ചോദിച്ചതല്ല. കബറിനെ പോയി ഷഫാഅത്തിന് നമ്മൾ ചർച്ചയുള്ള വിഷയം പറയും. ഒരാള് സഹായം തടഞ്ഞേ അള്ളാഹു അത്ര സഹായം തരം ശിർക്കാണെന്ന് പറയും. അതേ പറഞ്ഞ വിശ്വാസം പ്രധാനം. നിങ്ങൾ പറഞ്ഞ വിഷയം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ വിഷയം എന്താ? കബറിനെ പോകുന്നു ഷഫാഅത്ത് തൊടുന്നല്ലേ പറഞ്ഞത്. അതേ ഇബാറത്താണ് റാസിൽ വേർതിരിക്കുന്നത്. അതേ കബറിനെ പോയി ചോദിക്കട്ടെ, കബറിനെ പോയി ഷഫാഅത്ത് വിധി എന്താ? കൊടുക്കും. ഷിർക്കാണ് തൗഹീദാണ്. ഷഫാഅത്തല്ലേ പറഞ്ഞത്? റാജി പറഞ്ഞാലോ ബഹുമാനിക്കൽ കൊണ്ട് ബഹുമാനമാണ്. ആ ബഹുമാനമാണ് വിഷയം. ആ ബഹുമാനം അവിടെ വിശ്വാസം, ഈ ബഹുമാനത്തിനുള്ള ആധാരം വിശ്വാസം എന്താണ്? ശുപാർശ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലുള്ള ബഹുമാനം. ആ ബഹുമാനം ഷിർക്കെന്ന് റാജി പറഞ്ഞത്. അപ്പൊ റാജി പറഞ്ഞത് തെറ്റാ നിങ്ങൾ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ വിശ്വാസം തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് റാസിമാൻ പറഞ്ഞത് തെറ്റല്ല. എന്തുകൊണ്ട്? അതേ റാസിമാൻ അതേ തഫ്സീറുർ റാസി പറഞ്ഞു കബറിൽ പോകുന്നതും അവിടെ പോയിക്കൊണ്ട് ആ കബർ മുത്തുന്നതും അവിടെ പോയിക്കൊണ്ട് യർജൂന ഷഫാഅത്തക, നബിയെ അങ്ങയുടെ ഷഫാഅത്ത് തേടുന്നതും. ഞാൻ ചോദിക്കുന്ന സഹോദരനോട്, കബറിന് പോയി ഷഫാഅത്ത് തേടുന്ന ഷിർക്കാണ് തൗഹീദാണോ? നിങ്ങൾ വായിച്ചപ്പെടുന്ന കബറിനെ പോയി നിങ്ങളൊരു മുസ്ലിയാരാണ്. അറബി ഇബാറത്ത് ശരിക്കും വായിക്കാൻ നിങ്ങൾക്ക് അറിയാം. പലപ്പോൾ ഈ ചോദ്യകർത്താക്ക് അറബി ഇബാറത്ത് ശരിയായി വായിക്കാൻ അറിഞ്ഞില്ല വരും. യർജൂന ഷഫാഅത്തക എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് തേടുന്നു എങ്ങനെ നിങ്ങൾ അർത്ഥം പറഞ്ഞു?
യർജൂന എന്നുള്ള തേടുന്നത് അവിടെ, ദുആ എന്ന അവിടെ. ഒരാൾ ഈ കാണുന്ന യർജൂന എന്നുള്ള അറബി യർജൂന നബിന്റെ ശഫാഅത്ത് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മുജാഹിദുകൾ നബിന്റെ ശഫാഅത്തുൽ കുബ്ര നബിക്കുണ്ട്. നബിന്റെ ശഫാഅത്തിന് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളുടെ ശഫാഅത്ത് മുജാഹിദ് അംഗീകരിക്കുന്നുണ്ട്. നബിയുടെ ഖബറിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്ത് തേടുന്നതിനെ തെളിയിലുണ്ട്. അതിനെ തെളിവ് പറഞ്ഞു തെളിവ് ഒറ്റ കാര്യം കൂടി. പിന്നെ എന്താ ഇതിങ്ങനെ ഇതിപ്പോ എവിടെ എത്തിയത്? ഇപ്പൊ എവിടെയാണ് എനിക്കോടെ നിങ്ങൾ ഇതിന് ഹാരളകളെ ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ്. ഇങ്ങനെ വരും, അതായത് മറുപടി മണിയായിട്ട് വരുമ്പോ ഇളകും. തുമ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഇളക്കുണ്ടാകും, സ്വാഭാവികമാണ്. നിങ്ങൾ ഇളകണ്ട, ഞങ്ങൾ ഓരോന്ന് പറയാം. നല്ല കഥ. എന്തിന്റെ ആവശ്യം? ഇത് നല്ല നിലക്ക് ഇപ്പൊ നല്ലവർക്ക് ചോദിക്കുന്നു, നല്ലവർക്ക് മറുപടി പറയുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. എന്തിനൊക്കെ എത്ര ഹാരളകണ്ട ആവശ്യമുണ്ടായത്? ഒരു കസരട്ടോർക്ക് ഒന്ന് കുറച്ച് ഇറങ്ങട്ടെ, ഒന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. കസരട്ടോർക്ക് വേണ്ട, ഇരിക്കട്ടെ. കുറെ ആൾക്കും കുറെ അല്ലെ, ഇരിക്കട്ടെ. വേണ്ട, ഇരിക്കട്ടെ. അങ്ങനെ ഇളകിയിട്ട് അതെന്താ അറിയോ? അങ്ങനെ ഇളക്കണം. അപ്പൊ ഇളക്കുമ്പോ സദസ്സിളക്കും, പ്രകോപിതരാണ്, ആ പ്രശ്നം ഉണ്ടാവണം, തിരിച്ചുവിടണം. ആ വക തട്ടിപ്പ് നടക്കൂല. ഞങ്ങളെ മാന്യമായിട്ട് പെരുമാറുള്ളൂ. നിങ്ങൾ എത്ര പേരോട് എന്തൊക്കെ പറഞ്ഞു? ഞങ്ങൾ എത്ര മാന്യമായിട്ട് പെരുമാറിയത്? ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ എത്തിക്കുക. അത് ഇജ്ജോട് പറഞ്ഞില്ല, എന്ത് പറഞ്ഞു ഞങ്ങൾക്കറിയാം കേട്ടോ. ഇജ്ജോട് പറഞ്ഞില്ല, ഞങ്ങൾ എത്തും. അവിടെ ഇരിക്കേ. ഇതെന്താ ഞങ്ങൾ നാടാറിയതെന്ന്? ഞങ്ങൾ ആദ്യത്തെ പരിപാടിയാ. നിങ്ങൾ ഓരോന്ന് ഒന്ന് പറയുമ്പോ ഒന്നിക്ക് പോകുക, ഒന്ന് പറയുമ്പോൾ മറ്റൊന്നിക്ക് പോകുക. ഞങ്ങൾ പറഞ്ഞു ഖബറിൽ പോകുന്നതും ശഫാഅത്ത് തേട് ആഗ്രഹിക്കുന്ന വ്യത്യാസം. എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് തേടിയിട്ടില്ല. എത്ര സമയം തിരിക്കാൻ കഴിയും? എന്തിനാ സഹോദര ഇപ്പൊ വിഷയം പറഞ്ഞ് മൂപ്പരെന്തോ കുറെ ആർക്കോ വിളിച്ചു വെച്ചിട്ട് നിങ്ങളോട് ചോദിച്ചോളി, അപ്പൊ രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ആ തരികടം നടക്കൂല. ഞങ്ങള് ഇത്ര നേരം കുറെ പതറി വെക്കി, അങ്ങോട്ടും പറയാം, നോട്ട് ബുക്ക് വരച്ച് വെക്കി, രക്ഷല്ലാണ്ടോ ഇബാർത്ത് വായിക്കാൻ പറഞ്ഞോ, വായിക്കാൻ കഴിയില്ല. അപ്പൊ പറയാം ഞങ്ങൾക്ക് ഇബാർത്ത് വായിക്കാൻ അറിയില്ല. അപ്പൊ വായിക്കാൻ അറിയില്ലെങ്കിൽ പറയുന്നവർ, ഞങ്ങൾ പറയുന്നവർ അത് കേൾക്കാൻ തയ്യാറാവണ്ടേ? ചോദിക്കും, പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഈ സദസ്സ് കലക്കാൻ നോക്കരുത്. അവിടെ ഇരിക്കും, ഇരുന്ന് ചോദിക്കും. അദ്ദേഹം ചോദിച്ചിട്ട് മറുപടി കൊടുക്കണം. അർജുന എന്നുള്ളത് തീർത്ഥമോ? ആകെ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ പോകുമ്പോ ഇവിടുന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അവിടുന്ന് ആഗ്രഹിച്ചാൽ ശുപാർശ ആഗ്രഹിക്കുന്നത് തെറ്റില്ലല്ലോ, ആഗ്രഹിക്കണം. പക്ഷെ അത് തേടേണ്ടത് അള്ളാഹുവിനോട്, ശുപാർശ തേടേണ്ടത് അള്ളാഹുവിനോട്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. മനസ്സിലായില്ലേ? അഭൗതികമായ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രം. അതാണ് ഇവിടെ വിഷയം. അവിടെയാണ് തർക്കം. അതാ നിങ്ങൾ തെളിയിക്കേണ്ടത്. അതാ ഞാൻ റാജി പറഞ്ഞ കാര്യത്തില്ല ഇപ്പൊ തെളിഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞു MSN കുട്ടികളാണ്, ഞങ്ങൾക്ക് എന്താ അറബി തീരണമെന്നില്ല. ഞങ്ങളെ മൗലവിമാര് പറഞ്ഞത് വ്യക്തമായി പഠിച്ചിട്ടാ വരുന്നത്. പിന്നെ റജ എന്നുള്ള വാക്കിനെ ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അല്ല, നിങ്ങൾക്ക് അറിവില്ലാത്തവരാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞുതരാം. അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ പറയുന്നു. അറബി ഭാഷ പിന്നെ മലയാളത്തിൽ പറയാം. നിങ്ങൾ ഏത് സ്വർഗത്തുനിന്ന് വരുന്ന? വിഡ്ഢികളെ സ്വർഗത്തുനിന്നോ? വയുഖാലു ദഅല്ലാഹ, അല്ലാഹുവിനോട് ദുആർന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം റജാ മിൻഹുൽ ഖൈറ, അല്ലാഹുവിൽ നിന്ന് ഖൈറിനെ റജാ ചെയ്തു. അപ്പൊ റജാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തില് അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കാം. അർജു മിൻക അറബിയാൽ സാധാരണ ഉപയോഗിക്കും. അർ റജാ നമ്മൾ കത്തെഴുതുമ്പോഴേ, സഹോദര നിങ്ങളെ ഇങ്ങോട്ട് കേൾക്കൂ, ഹാലിളകിയ ആ അളക്കപ്പ കാണുന്നില്ലല്ലോ. നമ്മൾ സാധാരണഗതിയില് നമ്മള് സ്കൂളിലൊക്കെ അറബി എടുത്ത ആളുകൾക്കറിയാം, റജാ മിൻക അൻ തുഈനനി, നീ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ അർത്ഥത്തിൽ റജാ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ അർത്ഥം വെച്ചതുപോലെ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ പല അർത്ഥമുണ്ട്. ഒരു അറബി വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. മനസ്സിലായോ? അത് അറബി ഭാഷയിൽ മറ്റു ഭാഷകൾക്കില്ലാത്തൊരു സവിശേഷതയാണ്, ഒരു ഫെസിലിറ്റിയാണ്. അറബി ഭാഷയുടെ പദങ്ങൾക്ക് ഒരു 100, 200, 300 അർത്ഥങ്ങളുണ്ടാവും.
അപ്പൊ ഒരു പദത്തിന് അതിന്റെ എല്ലാ അർത്ഥങ്ങളും നൽകുന്നതിന് മതപരമായിട്ടോ ഭാഷാപരമായിട്ടോ വിലക്കില്ലെങ്കിൽ അതിന്റെ മുഴുവൻ അർത്ഥങ്ങളും നൽകുന്നതിന് വിരോധമില്ല എന്നാണ് ഉസൂല്. അതാണ് മാനദണ്ഡം. ഭാഷാപരമായ നിയമമാണ് ഞാൻ പറയുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് അർത്ഥം വെക്കുമ്പോൾ പറഞ്ഞത് ഷഫാഅത്തിനെ തേടുന്നു. റജാഇനെ തേടുക ദഅ എന്നുള്ള അർത്ഥത്തിൽ റജാ ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. മനസ്സിലായോ? അള്ളാഹുവിനോട് ദുആർന്നു എന്നുള്ളതിന്റെ പരിഭാഷയായിട്ട് പറഞ്ഞത് റജൽ ഖൈറാണ്. അപ്പൊ റജ എന്നുള്ള വാക്ക് ദഅ എന്നുള്ള അതേ പര്യായ പദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ആഗ്രഹം എന്നുള്ള ഇതുണ്ടല്ലോ, ഇത് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഹോപ്സ്. ഐ ഹോപ്പ് എന്നൊക്കെ പറയില്ലേ? അത് മാത്രമല്ല റജ. അപ്പൊ ഞങ്ങൾ കൃത്യമായി ഭാഷയുടെ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ അർത്ഥം, ആ അർത്ഥം അതിന്റെ തെളിവ് ഞങ്ങൾ ഇവിടെ ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോ പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ ഹാലളകുന്നത്? ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞേര്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരൻ, ഇവിടെ റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താ? യസിലൂന സുൽത്താൻമാർ, മഹാചക്രവർത്തിമാർ യസിലൂന ലി ഖിദ്മതിക അങ്ങയുടെ സന്നിധാനത്തിൽ വരുന്നു. എന്നിട്ട് വയംസഹൂന തുറാബ റൗദതിക വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗദതിക അങ്ങയുടെ റൗദയുടെ മണ്ണിൽ അവരുടെ മുഖങ്ങൾ തടവുന്നു. എന്നിട്ട് പറയാം വയർജൂന ശഫാഅതക അങ്ങയുടെ ശഫാഅത്ത് അവിടെ വന്നിട്ടാണ്. നിങ്ങൾ മുജാഹിദുകൾ ആഗ്രഹിക്കാൻ അവിടെ പോയിട്ടാ? ഇത് റൗദന്റെ സവിധത്തിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. റൗദയിൽ വെച്ച് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. വയർജൂന ശഫാഅതക ആ ചക്രവർത്തിമാർ അവിടെ വന്നിട്ട് അവരുടെ മുഖങ്ങൾ മണ്ണിൽ തടവിയിട്ട് വയർജൂന ശഫാഅതക ശഫാഅത്ത് ചോദിക്കുന്നു. നേവിമാമിന്റെ കിതാബാണല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞ നേവിമാം. ഈ നേവിമാമിന്റെ കിതാബാണ് അദ്കാർ. അതിൽ അദ്ദേഹം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ചെന്നിട്ട് വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി നബിയെ അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നത് എന്റെ പാപത്തിൽ നിന്ന് പടച്ചോനോട് ഇവിടെ വെച്ചുകൊണ്ട് മഗ്ഫിറത്ത് ചോദിക്കാനാണ്. വ മുസ്തശ്ഫിഅൻ ബിക അങ്ങയുടെ ശഫാഅത്ത് ചോദിക്കാനാണ്. എവിടേക്കുള്ള ശഫാഅത്ത്? റബ്ബിലെ ഇലാ റബ്ബി റബ്ബിലേക്കുള്ള ശഫാഅത്ത്. ഇങ്ങനെ പറയണം എന്ന് ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിൽ പറയണം. അതേ നേവിമാം ശറഉൽ മുഅദ്ദിബിലും പറഞ്ഞിട്ടുണ്ട്, അതേ നേവിമാം ഈലാഹിൽ പറഞ്ഞിട്ടുണ്ട്, അതേ നേവിമാം റൗദയിലും പറഞ്ഞിട്ടുണ്ട്, നേവിമാമിന്റെ 4 കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം. മനസ്സിലായില്ലേ? അപ്പൊ റജ എന്നുള്ള ഭാഷാപരമായ പല അർത്ഥമുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. ശരി, പക്ഷെ അപ്പൊ ഇവിടെ പറഞ്ഞത് റാസി ഇമാം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം. കാരണം എന്താ, റാസി ഇമാം അപ്പുറത്ത് പറഞ്ഞു, വരുത്തി വന്നില്ല. റാസിയാൻ പറഞ്ഞു റാസിമാൻ ഉദ്ദേശം അതല്ലെന്ന് ഈ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റാസിയാൻ പറഞ്ഞതാ ആ വിശ്വാസപ്രകാരം, ഏത് അള്ളാഹു ശുപാർശ ചെയ്യുമെന്ന വിശ്വാസപ്രകാരം മഹത്തുക്കളുടെ ബഹുമാനിക്കൽ ശിർക്കാണ്, അതായത് ബിംബാരാധനക്ക് തത്തുല്യമാണ് എന്നാണ് റാസിമ പറഞ്ഞത്. അപ്പൊ വൈരുദ്ധ്യം എല്ലാവർക്കും തന്നെ മനസ്സിലായല്ലോ റാസിമ പറഞ്ഞത്. റാസിയുടെ ആ ഇബാറത്ത് ഞാൻ മാന്യമായ ഭാഷയിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു. ആ ഷഫാഅത്തിനെ ആഗ്രഹിക്കുന്നതിനെ റാസി എതിർത്തില്ല, ആ വിശ്വാസത്തിനും കുഴപ്പമില്ല. കേൾക്കൂ സഹോദര, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഷഫാഅത്ത് കിട്ടൂല, ആ വിശ്വാസം ശരിയല്ല. മുശ്രിക്കുകൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ അള്ളാഹു സമ്മതം കൊടുത്തിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാനേ പടച്ചോൻ സമ്മതം കൊടുത്തിട്ടുള്ളൂ. മന്ദല്ലദി യശ്ഫഉ ഇല്ലാ ബിഇദ്നിഹി കാഫിരീങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ പടച്ചോൻ സമ്മതം കൊടുത്തിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്യപ്പെട്ടതാണ്, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു രൂപമുണ്ട്. അബൂ ത്വാലിബ് എന്നവര് ഇത് കേൾക്കൂലല്ലോ വരും, അതാണുള്ള പ്രശ്നം. അതുപോലെ മൊബൈലിൽ മറ്റൊരു ഫോൺ വരിക. പിന്നെ സുഹൃത്തെ, ഫോൺ തൽക്കാലം ഒന്ന് സൈലന്റ് മോഡിലാക്കി, നമ്മളൊക്കെ സൈലന്റ് മോഡിലാക്കി. പിന്നെ അതായത് എന്താ പറഞ്ഞു വന്നത്? അല്ല, റജനെ പറ്റിയല്ല പറഞ്ഞത്. അബൂ ത്വാലിബ് വഫാത്തായി മരിച്ചപ്പോൾ അബൂ ത്വാലിബിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി പറഞ്ഞു, ചെല്ലിയില്ല, അങ്ങനെ മരിച്ചു. പക്ഷെ അബൂ ത്വാലിബിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ശഫാഅത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ നരകത്തിന്റെ ആഴിയിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് അബൂ ത്വാലിബ് രക്ഷപ്പെട്ട് നരകത്തിന്റെ ഒരു ചെരുവിലാണ് അബൂ ത്വാലിബ് ഉണ്ടാവുക എന്ന് ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ അമുസ്ലിമീങ്ങൾക്ക്, അവിശ്വാസികൾക്ക്, മുശ്രിക്കുകൾക്ക്, കാഫിറുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പൊതുനിയമം.
ആ നിയമത്തിൽ നിന്ന് അബൂ ത്വാലിബിന് വേണ്ടിയുള്ള ശഫാഅത്ത് റസൂലുള്ളാഹിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ സഹീഹ് മുസ്ലിമിലുള്ള വിഷയങ്ങളാണ്, ഞാൻ നുണറയല്ല. അപ്പോ ശിർക്കിന്റെ മാർഗം സ്വീകരിച്ചവർക്ക് മഹാന്മാർ ശഫാഅത്ത് ചെയ്യൂല. ആ വിശ്വാസം അള്ളാഹു റദ്ദ് ചെയ്തിട്ടുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് ചോദിച്ചിട്ട് സമ്മതമില്ലാതെ എങ്ങനെ ശഫാഅത്ത് ചെയ്യാം? അപ്പൊ സമ്മതമുള്ള ശഫാഅത്ത് അതേതാ? വിശ്വാസികൾക്കുള്ള ശഫാഅത്ത്. ആ ശഫാഅത്തിനെ പറ്റിയാണ് റാസി വയർജൂന ശഫാഅതക, അങ്ങയുടെ ശഫാഅത്തിനെ അവർ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു എന്നൊക്കെ അർത്ഥം പറയാം. മനസ്സിലായി? അപ്പോ ശഫാഅത്തിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതിൽ അല്ല പ്രശ്നമുള്ളത്. അത് ശിർക്ക് ചെയ്യുന്നവർക്കുള്ള ശഫാഅത്ത് അത് തെറ്റാ, അതുണ്ടാവില്ല. അപ്പോ മക്കാ മുശ്രിക്കുകള് ബിംബങ്ങളെന്ന ദൈവങ്ങളെ തഅദീം ചെയ്തതുപോലെ ഏതോ ചില ആളുകൾ അവരുടെ മഹാന്മാരുടെ ഖബറുകളെ തഅദീം ചെയ്തു. അപ്പോ അത് ഇബാദത്തിന്റെ തഅദീമാണ്. കേവലം ഒരു ഖബറിനെ ബഹുമാനിക്കുന്നത് തെറ്റാന്ന് പറയാൻ പാടില്ല. ഖബറിൽ ചാണുയർത്തണം നമ്മൾ പറയാൻ കാരണം എന്താ? യുഹിത്തറമ, അത് ബഹുമാനിക്കപ്പെടാൻ വേണ്ടിയാണ്. ഖബറിമ ചവിട്ടാൻ പാടില്ല. ഖബറിന്റെ അടുക്കൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ബഹുമാനം വേണം. അത് ഏതൊരു മുസ്ലിമിന്റെ ഖബർ കാണുമ്പോഴും ബഹുമാനമാണ്. ഖബറിനെ ബഹുമാനിക്കൽ ശിർക്കാന്ന് പറയാൻ പറ്റും. ഒരു ഖബറിന് ഒരു നായ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആട്ടണം, അത് ശിർക്കാന്ന് പറയുന്നത്. അപ്പൊ റാസി പറഞ്ഞ തഅദീം എന്താ? റാസി പറഞ്ഞ തഅദീം ഇബാദത്തിന്റെ തഅദീം. ഇത് ഇബാദത്തല്ല. ഇസ്തിഗാസയും തവസ്സുലും മഹാന്മാർക്കുള്ള ഇബാദത്തല്ല. അല്ല. അതുകൊണ്ടാണ് ഇസ്തസ്കിരി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നബിയോട് ഇസ്തിഗാസ ചെയ്തത്. ഇബാദത്തായിരുന്നു. ഇവിടുത്തെ മുജാഹിദുകൾ സ്വർഗത്തിലും സ്വഹാബത്ത് നരകത്തിലും. അങ്ങനെ സ്വഹാബത്ത് പോകുന്നത് നരകമാണെങ്കിൽ ഞങ്ങൾ ആ നരകത്തേക്ക് പോകാൻ തയ്യാറാണ്. നിങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് സ്വഹാബത്ത് വരൂലെങ്കിൽ നിങ്ങളെ സ്വർഗത്തേക്ക് അത് ദജ്ജാലിന്റെ സ്വർഗം എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അള്ളാഹുവിന്റെ സ്വർഗത്തിനെ പറ്റി അവിടെ ചർച്ച ചെയ്യണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇന്റെ 64-ാമത്തെ ആയത്തിലും പറഞ്ഞിട്ടില്ലേ നബിന്റെ അടുക്ക് ചെല്ലണമെന്ന്? വഫാത്തിന് ശേഷം ചെല്ലണം എന്നാണല്ലോ സൂറത്തുൽ നിസാഇന്റെ 64-ാമത്തെ ആയത്ത്. മനസ്സിലായോ? അപ്പൊ ചുരുക്കത്തിൽ തവസ്സുൽ, ഇസ്തിഗാസ, നബിയെ സമീപിക്കുക, ശഫാഅത്ത് ചോദിക്കുക, ഇതിനെപ്പറ്റിയല്ല റാസി പറയുന്നത്. ആയിരുന്നെങ്കിൽ ആ റാസിയുടെ ഈ ഇബാറത്തിൽ റാസി ഇസ്ലാമിന് വിരുദ്ധമായ ഒരു ആശയം പ്രചരിപ്പിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഈ പകുതി മുണങ്ങിയിട്ട് പകുതി എടുക്കുക എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ, അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. രണ്ട് ഇബാറത്തും ഉദ്ദേശ്യമെന്തെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് അറിവില്ലാത്തവർ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ ചെയ്യുന്നത് ഏതോ മൗലവി എഴുതിയൊരു പുസ്തകം ഇങ്ങനെ വായിക്കുക. ഈ മൗലവി എഴുതിയത് ശരിയായിരിക്കും എന്ന് അന്ധമായിട്ടാണ് വിശ്വസിച്ചു. ഇതിനാണ് അന്ധമായ അനുകരണം എന്ന് പറയുന്നത്. ഈ അന്ധമായ കാഴ്ചശക്തി നഷ്ടപ്പെട്ട അനുകരണ ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വഴിപിഴച്ചു പോയ ഈ ചെറുപ്പക്കാരായ മുജാഹിദിന്റെ കുട്ടികൾക്കുള്ളത്. അങ്ങനെ മൗലവിമാർ അന്ധമായി അനുസരിക്കരുത്. അവരൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭീകരമായ മാരകമായ വൈറസിലേക്കാണ്. അതാണ് ഞങ്ങൾക്ക് വിനയത്തോടുകൂടി പറയാനും. മനസ്സിലായില്ലേ? മൗലവിമാർ അന്ധമായി അനുകരിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു റാസി, നിങ്ങൾ നേരത്തെ നബിമാമിനെ പേരെടുത്തു പറഞ്ഞു. ആ നബിമാം പറയണ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നിട്ട് ശഫാഅത്ത് ചോദിക്കണം. ഷഫാഅത്ത് ആഗ്രഹിക്കണം എന്നല്ല പറഞ്ഞത്. സീനും താവും തൊലബിന, തൊലബു ഷഫാഅ, ഷഫാഅത്ത് ചോദിക്കണം. മനസ്സിലായി? അപ്പൊ ഷഫാഅത്ത് ചോദിക്കും. ഈ നബിമാമും പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, റാസി പറയുന്നുണ്ട്, ഇബ്നു ഹജർ ഹൈതമി പറയുന്നുണ്ട്, എല്ലാ ഇമാമിയങ്ങളും ഇക്കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ ഏഴാം കുലികളായ ഇബ്നു അബ്ദുൽ വഹാബ് 10,000-കണക്കിന് മുസൽമാന്റെ സിരകളെയും ധമനികളെയും കടുത്തറുത്തു കൊന്നിട്ട് സൗദി അറേബ്യയുടെ പഞ്ചസാര പോലുള്ള മണലാരണ്യത്തെ മനുഷ്യ രക്തം കൊണ്ട് ചെഞ്ചായമണിയിപ്പിച്ച ഭീകരനായ ഇബ്നു അബ്ദുൽ വഹാബിനെ അന്ധമായി അനുകരിച്ചു എന്നുള്ള കൊടുംപാതകമാണ് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾ ചെയ്തു വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് റാസിയുടെ ആ ഇബാദത്തിൽ പറഞ്ഞത് ഇബാദത്തിന്റെ തഅലീമാണ്. അത് നമ്മളും അതിന് ആ പറഞ്ഞതിന് അനുസരിക്കുന്നു, അംഗീകരിക്കുന്നു. ഈ പറഞ്ഞതോ അത് തവസ്സുലിന്റെയും ഇസ്തിഗാസയുടെയും തഅലീമാണ്. അത് ഇസ്ലാം അംഗീകരിച്ചതുമാണ്, മറ്റേത് ഇസ്ലാം നിരാകരിച്ചതും. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഒന്ന് മാറി നിന്ന് അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഗ്രഹിക്കണം. നമുക്കൊരു ബാലന്റെ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടില്ല.
ഇവർക്ക് 100% പ്രൊട്ടക്ഷൻ നമ്മൾ അവർക്ക് വാഗ്ദാനം നൽകിയതാണ്. അതുകൊണ്ട് മുഴുവൻ ശ്രോതാക്കളും ഇരിപ്പിടം, വിശാലമായ ഇരിപ്പിടം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നിരിക്കണം. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ഇനിയൊരു മുഖാമുഖം കാര്യപരമ്പരയ്ക്ക് വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അറബി വായിക്കുന്ന ഇവരുടെ നേതാക്കന്മാർ സ്റ്റേജിലിരിക്കുമ്പോൾ അറബി വായിക്കാൻ അറിയുന്ന ഞങ്ങളും ഇവിടെ ഇൻഷാ അല്ലാഹ് ഇവരോട് ചോദ്യം ചോദിക്കാനുണ്ടാവും. ആ ഒരു മുഹൂർത്തം ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും പ്രകോപിതരാകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇബാദത്തിന്റെ താലീമാണ്, അതന്നെയാണ് വിഷയം. ഈ ഇബാദത്തിന്റെ താലീമാകുമ്പോഴല്ല ശിർക്കാവുന്നത്. അത് ശരിയാണല്ലോ. പിന്നെ ഇവിടെ ഈ ഇബാദത്ത് പറഞ്ഞത് മരിച്ചുപോയ മഹാത്മാക്കളുടെ ഇസ്തിഗാസ ചെയ്യുന്നത്, അഭൗതികമായ മാർഗത്തിൽ തേടുന്നത്, അതാണ് ഇബാദത്ത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു വഴിത്തിരിവിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വഴിത്തിരിവായിരുന്നു. അതായത് റാസിയിൽ പറഞ്ഞത് ഇബാദത്തിന്റെ തഅ്ലീമിനെ പറ്റിയാണ് ശിർക്കെന്ന് പറഞ്ഞത്. അത് ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. അത് തന്നെയാണ് മുജാഹിദുകൾ പറയുന്നു. അഭൗതികമായ മാർഗത്തിൽ മഹാന്മാരോട് തേടുന്നതാണ് ഇബാദത്ത് എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. അത് ശരി, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. മുജാഹിദുകൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മഗ്‌രിബിക്ക് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തില്ലേ? ഇനി ഇശാക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പോവില്ലേ? നാളെ സുബഹിക്ക് എഴുന്നേറ്റ് ഇബാദത്ത് ചെയ്യൂലേ? ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഭൗതിക മാർഗത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കലാണ് ഇബാദത്ത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നു. അത് ശരിയല്ല, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഈ മുജാഹിദ് പ്രസ്ഥാനം ദീനിന്റെ പേരിൽ പഠിപ്പിച്ചതിന് ഒരു ആയത്ത്, ഒരു ഹദീസ്, ഒരു ഇജ്മാ, ഒരു ഖിയാസ്, ഏതെങ്കിലും മഹാന്റെ ഉദ്ധരണി ആളത്തമുള്ളൊരു മുജാഹിദിന് സാധ്യമല്ല. അത് കൊണ്ടുവരാൻ സാധ്യമല്ല. അഭൗതിക മാർഗത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കുന്നതാണ് ഇബാദത്ത് എന്നുള്ള നിർവചനം ലോകത്തൊരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഖുർആനിലില്ല, ഹദീസിലില്ല, ഇജ്മാഇലില്ല, ഖിയാസിൽ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മുജാഹിദ് പ്രസ്ഥാനം അത് പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ തുടക്കം പറഞ്ഞു ഇത് മുജാഹിദ് പേക്കാനുള്ള കാരണം ഖുർആനും ഹദീസിലും മുൻഗാമികളായ മുസ്ലിമീങ്ങളും പഠിപ്പിക്കാത്ത പുത്തൻ വാദം ദീനിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മുജാഹിദ് എന്ന പ്രസ്ഥാനം ബിദ്അത്തുകാരാണ്, പുത്തൻവാദികളാണ്. അതുകൊണ്ട് തന്നെ അവർ കാഫിറാന്ന് നമ്മൾ പറയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ നമ്മൾ പറയുന്നില്ല. ജിന്നിനോട് സഹായം ചോദിക്കല് ശിർക്കാണെന്ന് നമ്മൾ പറയുന്നില്ല. അത് വസീലത്തുനിലെ ശിർക്കാണെന്ന് നമ്മൾ പറയുന്നില്ല. ആ രണ്ട് വാദവും തെറ്റാണ്. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറയുന്ന കേനമിന്റെ വാദവും തെറ്റാണ്. ശിർക്കല്ല വസീലത്തുനിലെ ശിർക്കാണെന്ന് പറയുന്ന സക്കരിയ സ്വലാഹിയുടെ വാദവും തെറ്റാണ്. സക്കരിയ സ്വലാഹി ഇപ്പൊ ജിന്നി വിഭാഗത്തിലില്ല, അയാൾ തെറിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഫൈസലും കുറച്ച് ആൾക്കാർ മാത്രമേ അതിലുള്ളൂ. എന്തോ ഈ നിങ്ങൾ പറഞ്ഞ രണ്ടും ശരിയാണ്. റാസി ഷിർക്കാണെന്ന് പറഞ്ഞത് ഇബാദത്തിന്റെ ആദരവിനെ പറ്റിയാണ്. അത് ഓക്കെ എന്ന് പറഞ്ഞു. അഭൗതിക മാർഗത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കലാണ് ഷിർക്ക് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നു എന്നിപ്പോ നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ അത് പഠിപ്പിക്കുന്നുള്ളൂ. ലോകം അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. ആദം അലൈഹിസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി വരെ ഒരാളും പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി മുതൽക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരേക്കുമുള്ളവരിൽ അബ്ദുൽ വഹാബ് അല്ലാത്ത വേറെ ആരും അത് പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഞാൻ പറഞ്ഞല്ലോ, സഊദി അറേബ്യയുടെ പരിശുദ്ധമായ പഞ്ചസാര പോലുള്ള പരിശുദ്ധ മണലാരുണ്യത്തെ 10,000-കണക്കിന് മുസൽമാന്റെ ചുടുചോര കൊണ്ട് ചെഞ്ചായമണിയിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റ്, ഭീകരവാദി, ആ ഭീകരവാദിയായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മഹാകിങ്കരൻ, അവനല്ലാതെ ഇത് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് ശരിയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനും ഒക്കെ പരിശോധിച്ച് നോക്കി നമുക്കറിയാം, ഏത് പ്രാർത്ഥനയായാലും അള്ളാഹുവിനോട് നടത്തിയ കുറെ അമ്പിയാക്ക നടത്തിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ അഭൗതികമായ മാർഗത്തിൽ തേടിയൊക്കെ അത് അഭൗതികമായ മാർഗത്തിലാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ഭൗതികമായ മാർഗത്തിൽ ഒരു അമ്പിയാവും തേടിയിട്ടില്ല. ഭൗതികമായ മാർഗത്തിൽ ഒരു അമ്പിയാവും അള്ളാഹുവിനോട് തേടിയിട്ടില്ല. അഭൗതികമായ മാർഗത്തിൽ മാത്രമേ അള്ളാഹുവിനോട് തേടിയിട്ടുള്ളൂ. ആ തേട്ടം സൃഷ്ടികളിലേക്ക് പോകുമ്പോഴാണ് ശിർക്ക് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. മനസ്സിലായല്ലോ?
ആ രീതിയിലാണ് വിദ്യാഭ്യാസം ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഈ പറയുന്നത്? നമ്മളിപ്പോ ദ്വാരക്കാരനെന്താ? അള്ളാഹുവേ ഞങ്ങളെ ഹിദായത്തിലാക്കണേ, അള്ളാഹുവേ ഞങ്ങളെ കടം വീട്ടി തരണേ, അള്ളാഹു. ഭൗതികൻ അഭൗതികൻ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെ ജിന്ന് വിഭാഗത്തിന്റെ വാദമാണ് അഭൗതികൻ അല്ല മാത്രം എന്നുള്ളത്. എവിടുന്ന് കിട്ടിയതാണ് ഈ അഭൗതികം അല്ല മാത്രം എന്നുള്ളത്? അതുകൊണ്ടാണല്ലോ ടി.പി. അബ്ദുൽ ഖായ മദരിയും എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും പറയുന്നത് നിങ്ങളൊക്കെ കാഫിറാന്ന അവരുടെ വാദം. ഹുസൈൻ മടവൂരും കൂട്ടരും പറയുന്നത് നിങ്ങൾ കാഫിറാന്നാ. കണ്ടോ തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കാഫിറാന്നാണ് മറ്റേ മുജാഹിദ് പറയുന്നത്. നിങ്ങളിനി എത്ര 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾ സ്വർഗത്ത് കടക്കൂല എന്നാണ് ആര് പറയുന്നത്? മറ്റേ മുജാഹിദ് പറയുന്നത്. മറ്റേ മുജാഹിദ് സ്വർഗത്ത് പോകില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. 2013 ഒക്ടോബർ ലക്കം ഇസ്ലാമിൽ നിങ്ങൾ എന്താ എഴുതിയത്? ടി.പി. അബ്ദുൽ ഖായ മദരി എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും നേതൃത്വം വഹിക്കുന്ന മുജാഹിദുകളൊക്കെ നരകത്തിലാണെന്ന്. കാരണം അവർ മുശ്രിക്കുകളാണ്. കാരണം ജിന്നും മലക്കും അഭൗതികമാണെന്നാണ് അവരുടെ വാദം. എന്തൊക്കെ ഈ ഭൗതികം അഭൗതികം എന്നൊരു വിശദീകരണം, ഭൗതികം അഭൗതികം എന്ന നിലക്കുള്ളൊരു വിശദീകരണം, നിങ്ങൾ ഈ പറഞ്ഞ വിശദീകരണം ഖുർആന്റെ ഏതെങ്കിലും ഒരു തഫ്സീറിലുണ്ടോ? സ്വഹാബത്തിന്റെ ഏതെങ്കിലും ഒരു ഖൗലിലുണ്ടോ? താബിഈങ്ങളെ ഏതെങ്കിലും ഒരു പ്രസ്താവനയിലുണ്ടോ? 1300 കൊല്ലത്തെ ഏതെങ്കിലും ഒരു കിതാബിന്റെ ഒരു തുണ്ടത്തിലുണ്ടോ? ഇപ്പത്തെ ഈ മുജാഹിദീങ്ങൾ അതന്നെ ഈ ജിന്നു മുജാഹിദീങ്ങൾ പറയാന്നല്ലാതെ അല്ലേ? പിന്നെ ഇയാൾ പറഞ്ഞു അമ്പിയാക്കളുടെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? തൊലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജു, അല്ലാതെ അഭൗതിക മാർഗം എന്നൊരു വിശേഷണം ഒരു നബിയും പറഞ്ഞിട്ടില്ല സഹോദര. അത് ഇപ്പത്തെ ഈ ചെറ്റാൾ പറയുന്ന വർത്താനാണ്. ഞാൻ നിങ്ങളല്ല ചെറ്റാൾ വിളിച്ചത്, നിങ്ങൾ എന്റെ സുഹൃത്താണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിലില്ലാത്ത ആശയം പറയുന്ന ചെറ്റാളെന്നല്ലാതെ പിന്നെന്താ അവനെ പറ്റി പറയാം? എവിടുന്ന് കിട്ടിയതാണ് ഈ ഭൗതികം അഭൗതികം എന്നൊരു ഒരു വ്യത്യാസപ്പെടുത്തൽ? എവിടുന്ന് കിട്ടി? ഞങ്ങൾ അന്ന് മുതൽക്ക് ഇന്നേ വരെ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയ ചോദ്യം. അതിന് ഇവർക്ക് മറുപടി ഒന്നുമില്ല. ഇവരിങ്ങനെ തൊള്ളോട് പറയും അഭൗതികല്ലേ അഭൗതികല്ലേ. ഞാൻ പറയട്ടെ, ഇനി അള്ളാനെ കാണാത്തത് കൊണ്ടാണോ നിങ്ങൾ അഭൗതികം എന്ന് പറയുന്നത്? അങ്ങനെയാണ് ഈ സ്വർഗത്തിൽ വെച്ച് അള്ളാനെ കാണുമല്ലോ, അള്ളാനെ നേർക്കുനേരെ കാണുമല്ലോ, അള്ളാനോട് നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പൊ അത് അഭൗതിക. ഇവിടുന്ന് കിട്ടിയ മാനദണ്ഡം ഒരു സംഗതി അഭൗതികം ഭൗതികം എന്ന മാനദണ്ഡ പ്രകാരം തൗഹീദും ശിർക്കും വേർതിരിക്കണം. എവിടുന്ന് കിട്ടി? ആര് പറഞ്ഞു? നിങ്ങളെ ചൊല്ലിപ്പഠിപ്പിച്ച മൗലവിമാരെ നിങ്ങൾ അന്ധമായി വിശ്വസിച്ചുപോയി. അവരൊക്കെ വലിയ പണ്ഡിറ്റുകളാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തത് മഹാ തെറ്റായിപ്പോയി. എന്ത്? മൗലവിമാരാണ് ദീനിന്റെ വക്താക്കൾ, ഈ പറഞ്ഞ മൗലവിമാരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയി. അത് തെറ്റാണ്. ഞാൻ നേരത്തെ ഇമാം നവവിയുടെ ഇബാറത്ത് വായിച്ചു. ഈ നബി ഇമാം പറയുന്നു റൗദയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ചോദിക്കൽ നല്ലതാണ്. ഇങ്ങനെ ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് പറയുന്നു അത് ശിർക്കാണ്. അപ്പൊ ലോകത്ത് മുൻകഴിഞ്ഞ ആൾക്കാരൊക്കെ നല്ലതാണെന്നും പറയാം, ഇവര് ശിർക്കാന്നും പറയാം. ഇതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇന്ന് രാത്രി ഉറങ്ങുമ്പോ നെഞ്ചത്തിങ്ങനെ കൈവച്ചിട്ട് ആലോചിക്ക, റബ്ബേ ഞാൻ എന്റെ മൗലവിയെ അന്ധമായി വിശ്വസിച്ചു പോയല്ലോ റബ്ബേ, എന്നെ അയാൾ എന്ന് ആലോചിച്ച് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് എത്താനുള്ള ഒരു പ്രാർത്ഥന അതുണ്ടാവണമെന്നാണ് അപേക്ഷ. മൗലവിമാരെ അന്ധമായിട്ട് ഒരു മുജാഹിദ് അംഗീകരിക്കുന്നില്ല, അത് മനസ്സിലാക്കണം. മൗലവിമാര് പറയുന്ന തെളിവുകളാണ് മുജാഹിദ് നോക്കുന്നത്. ആ തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇമാം റാസിയുടെ കോട്ടിങ് പറഞ്ഞത് ആ തെളിവാ, അല്ല മൗലവിന്റെ വാക്കല്ലുള്ളത്. ഇമാം റാസി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് റാസിയുടെ കോട്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വിശദീകരിച്ചു. കോട്ടിങ് ആവർത്തിച്ച പരമേക്കൾ കുറിക്കാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞു. റാസിയിൽ പറഞ്ഞത് ഇബാദത്തിന്റെ തഅ്ലീമാണ് നിങ്ങൾ പറഞ്ഞില്ലേ? ഇബാദത്തിന്റെ തഅ്ലീമാണ് നിങ്ങൾ പറഞ്ഞില്ലേ? അതെ, ഇബാദത്തിന്റെ തഅ്ലീം പാടില്ല. ഒരാളോടും ഇബാദത്തിന്റെ തഅ്ലീം പാടില്ല. അത് മഹാനാവട്ടെ വിദ്യാവട്ടെ. ആരെ പറഞ്ഞ ഇബാദത്തിന്റെ തഅ്ലീം പാടുണ്ട് എന്നുള്ളത്? ഞങ്ങളും അതിന്റെ ആൾക്കാരല്ലേ? ഇബാദത്തിനെ അട്ടിമറിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? മഹാന്മാരോട് അഭൗതിക മാർഗത്തിൽ സഹായം തേടുന്നതിനാണ് ശിർക്ക് പിന്നെ പ്രാർത്ഥന എന്ന് പറയുക. അല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അടിമ
താൻ ഉടമയാണെന്ന് വിശ്വസിക്കുന്ന റബ്ബിനോട് നടത്തുന്ന അപേക്ഷയാണ് പ്രാർത്ഥന. അതെവിടെയുള്ളതാ? ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. വർദ്ധിക്കൽ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇമാമുകളുടെ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വായിക്കുന്നത്. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. കണ്ടോ? ഇമാം തഫ്സീർ റാസിയുടെ അൽ ബഖറ സൂറത്തിന്റെ 186 ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു, ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. റബ്ബിനോട് നടത്തുന്ന അപേക്ഷ. മനസ്സിലായോ? ഇനി രണ്ടാമത്, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അൽ ഇനായത വസ്തിംദാദുഹു ഇയ്യാഹുൽ മഅൂനത. റബ്ബിനോട് സഹായം അപേക്ഷിക്കൽ, അതാണ് ഇബാദത്ത്. അത് ഭൗതികം അഭൗതികം എന്നൊരു വേർതിരിവ് ലോകത്ത് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു തുണ്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. പിന്നെ നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക, പ്രവാചകന്മാർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അഭൗതികല്ലേ. അള്ളാഹ് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ കാണാത്ത ആളാണ് അള്ളാഹ്. ഇനി അള്ളാഹ് അവിടെ വന്നു എന്ന് വിചാരിക്കുക, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, നിങ്ങൾക്ക് ഏതായാലും അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് അള്ളാഹ് നമ്മുടെ മുമ്പിലോട് വന്നു വിചാരിക്കുക, സങ്കല്പാട്ടോ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ എനിക്ക് ഈ കിതാബ് ഒന്ന് എടുത്തു തരുമോന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു തആല ഈ കിതാബാണ് എടുത്തു തന്നു. അത് ഇബാദത്തല്ലേ? അത് ദുആ അല്ലേ? റബ്ബിനോട് നടത്തുന്ന അപേക്ഷയാണ് ദുആ. മനസ്സിലായോ? അതിന്റെ അർത്ഥം റബ്ബ് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നൊന്നുമല്ല. റബ്ബ് ആകാശത്തിലാണ്, കയ്യുണ്ട്, കാലുണ്ട്, ചന്തിയുണ്ട്, മൂക്കുണ്ട്, തലല്ല എന്നൊക്കെ പറയുന്നത് നിങ്ങളാൾക്കാരാണ്. ഞങ്ങളാ അതിന്റെ ആൾക്കാരല്ല. ഞങ്ങൾ റബ്ബിനെ സൃഷ്ടികളോട് ഒരു നിലക്കും സൃഷ്ടികളുടെ വിശേഷണങ്ങൾ റബ്ബിന് നൽകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങളെ വെച്ചുകൊണ്ടൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പൊ ചുരുക്കത്തിൽ റാസിയുടെ ഇബാദത്തിന്റെ തഅ്ദീമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. അലം നശ്റഹ് സൂറയിൽ പറഞ്ഞത് ഇബാദത്തിന്റെ തഅ്ദീം അല്ലേ അല്ല. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിമിൽ ഇബാദത്തിന്റെ ആദരവ് നൽകുന്നില്ലേ ഇല്ല. വ്യത്യാസം മനസ്സിലായോ? ഉണ്ട് എന്ന് നിങ്ങളെ ഗീബൽസിയൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം 1000 വട്ടം ആവർത്തിച്ചാൽ വിശ്വസിക്കുന്ന കുറെ അന്ധവിശ്വാസികൾ നിങ്ങളെ കൂട്ടത്തിൽ എന്ന് വിചാരിച്ചിട്ട് ബഹുജനങ്ങളത് വിശ്വസിക്കൂല. ബഹുജനങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. അവർ ഗീബൽസിയന്റെ തന്ത്രത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ സഹോദര, റാസിയുടെ ഇബാദത്തിന്റെ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പോരാ. കോട്ടിങ്ങിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് വ്യക്തമായി ഞങ്ങൾ വിശദീകരിച്ചു. അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്ത സ്ഥിതിക്ക് പിന്നെയും കോട്ടിംഗ് എന്ന് ആവർത്തിക്കുന്നത്, അതിനെപ്പറ്റി എന്താ പറയാ? അപ്പോൾ ഉസ്താദ് ഇപ്പം മഹാത്മാവ് എന്ന വിശ്വാസത്തോടുകൂടി, ഖാലിക്കല്ലെന്ന വിശ്വാസത്തോടുകൂടി മഹാത്മാക്കളോട് സഹായം തേടാമെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഒരു ആരാധ്യൻ എന്ന വിശ്വാസത്തോടുകൂടി ഇബാദത്ത് എന്ന ഘടകത്തിൽപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുമെന്ന് പറയും. എന്റെ ചോദ്യം, അള്ളാഹുവിനോട് മാത്രം സഹായം തേടാൻ പറ്റുന്ന പ്രാർത്ഥനകളും ഈ മഹാത്മാവ് എന്ന വിശ്വാസത്തോടു കൂടി, ഖാലിക്കല്ലെന്ന വിശ്വാസത്തോടു കൂടി നമ്മളെ മഹാത്മാക്കളോട് മാത്രം തേടാൻ പറ്റുന്ന പ്രാർത്ഥനകളൊന്ന് യോജിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്നുകൂടി ചോദ്യം, അള്ളാഹുവിനോട് മെയിൻ ചോദ്യം പിന്നെ സബ് ക്വസ്റ്റ്യൻ പിന്നെ ആവാം. ഈ പ്രാർത്ഥന എന്നുള്ള പദം തന്നെ എന്താണ്? റബ്ബിനോടുള്ള അപേക്ഷയെ പ്രാർത്ഥനയാവുന്നു. പിന്നെ എങ്ങനെ മഹാന്മാരോട് പ്രാർത്ഥിക്കാം? അങ്ങനെ പറയും. അപ്പൊ അതാണ് നിങ്ങൾക്ക് മൗലവിമാർ ഈ ചെല്ലിപ്പഠിപ്പിച്ചതേ നിങ്ങളെ തൊള്ളിന്ന് വരുള്ളൂ. ഇത് മാറി കിട്ടണില്ല. ഇനി അത് 10,000 കൊല്ലം ആ വാല് ഒരു കൊയലിട്ടാലും അതിന്റെ വളവ് തീരൂല. കാരണം അങ്ങനെ വിശ്വസിച്ചു പോയി മൗലവിമാര്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി മെയിൻ ചോദ്യം എന്താണ്? സഹായത്തുള്ള വിഷയമാണെങ്കിൽ അത് ഇനി മുതൽ ആ വാക്ക് പറഞ്ഞു പോരുത്. നിങ്ങൾ സഹായത്തേട്ടെന്നുള്ളതിന് നിങ്ങൾ പിന്നെ മൂത്രം എന്ന് പറഞ്ഞു. മഹാന്മാരോട് നടത്തുന്ന, അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയും മഹാന്മാരോട് നടത്തുന്ന മൂത്രവും നടന്നു. ഞാൻ ഉദ്ദേശിച്ച സഹായത്തേട്ടാണ്. അപ്പൊ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കും. അതിനെങ്കിലും നമ്മൾ പഠിക്കണം. ദൈവമായ അബദ്ധാണ്. അത് നിങ്ങൾ അന്ധമായിട്ടാണ് കഴിച്ചു. അതുകൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിനോട് നടത്തുന്നത് പ്രാർത്ഥനയാണ്.
മഹാന്മാരോട് നടത്തുന്നത് സഹായം. അത് ആരാധന എന്ന നിലക്കാണെങ്കിൽ ഭാര്യയോട് പറ്റൂല. അത് ഒരു മഹാനോട് പറ്റില്ല, നിങ്ങളെ ഭാര്യയോട് പറ്റില്ല, നിങ്ങൾ എന്നോടും പറ്റൂല, എനിക്ക് നിങ്ങളോട് ആരോടും പറ്റൂല. പറ്റൂല എന്ന് പറയാനല്ലേ നമ്മളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയാണ് നിങ്ങളെ ചോദ്യം എവിടെയുള്ളത്? ഇയ്യാക്കനാബുദു ഇയ്യാക്കന നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം തേടും. ഓക്കെ, ആ സഹായത്തെ അത് ആരാധ്യൻ എന്ന നിലക്ക് അള്ളാഹുവിനോട് സഹായം തേടും, പ്രാർത്ഥനയല്ല സഹായം തേടും. അതേപോലെ ആരാധ്യനല്ല എന്ന നിലക്ക് മഹാത്മാവാണ് എന്ന നിലക്ക് ഔലിയാക്കളോട് അമ്പിയാക്കളോട് സഹായം തേടും. രണ്ടും സഹായം തേടും. ഈ തേട്ടങ്ങളിൽ അമ്പിയാക്കളോട് ഔലിയാക്കളോട് മാത്രമുള്ള സഹായത്തോട്ടും അള്ളാഹുവിനോട് മാത്രമുള്ള സഹായത്തോട്ടും ഒന്ന് വിഭജിച്ചിട്ട് ഒരു ഉദാഹരണം പറയാം. അള്ളാഹിനോട് മാത്രമുള്ള സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് വിശദീകരണമാണ് മുഫസ്സിറുകൾ അതിന് നൽകുന്നത്. ഒന്ന് ദൈവികത, സ്വതന്ത്രത, സ്വന്തത എന്ന വിധത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള തേട്ടം, അത് അള്ളാഹിനോട് മാത്രമേ ആകാവൂ. ഒന്ന്. രണ്ടാമത്തെ തഫ്സീർ, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായം ചോദിച്ചാലും ആത്യന്തികമായി അതിന്റെ ഉപജ്ഞാതാവ്, വിധാതാവ്, സംവിധായകൻ അള്ളാഹുവാണ് എന്ന അർത്ഥത്തിൽ. ഇപ്പോ നിങ്ങളോട് ഇപ്പൊ ഞാൻ പറയാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരും. നിങ്ങൾ സ്വന്തം ചിന്തിച്ചോ കാണി, നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് നിങ്ങളിലുള്ളത്? അള്ളാഹു നിങ്ങൾക്കുള്ള നൽകിയ ഈ അറേഞ്ച്മെന്റ് അല്ലാതെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാലും യഥാർത്ഥത്തിൽ ആ ചോദ്യം ആരോടാണ്? അള്ളാഹുവിനോടാണ്, നിങ്ങളോടല്ല. യഥാ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈവ് DC അതിന് ഇപ്പൊ തിരിച്ചു വരും. മുഖാമുഖത്തിന്റെ വഹാബികൾ ഉത്തരം മുട്ടുന്നതിന്റെ നല്ലൊരു മുഹൂർത്തത്തിലാണ്. എല്ലാവരും ആവേശത്തോടു കൂടി കേട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട യൂനുസ് ഫൈലിയും അതുപോലെ മുബാറക് കടവണ്ണപ്പറയാണ് നമുക്ക് എത്തിച്ചേരുന്നത് ഇൻഷാ അല്ലാഹ്. ഇതിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവർ ഉസ്താദിന്റെ ക്ലാസ്സുമുണ്ട് ഉസ്താഖിയോമിൽ. അതിൽ എല്ലാവർക്കും സംശയം ചോദിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. എല്ലാ കുട്ടിമോൻ വഹാബികളെയും ഞങ്ങൾ അപ്പോൾ ക്ഷണിക്കുന്നു. ഇപ്പോൾ മൈക്കിലെ ലൈവ് നടന്നുകൊണ്ടിരിക്കാൻ കുട്ടിമോനൊക്കെ അടങ്ങിയിരിക്കുക, കേൾക്കുക. നിങ്ങളുടെ മുൻകാല സംഘടനകാര ജിന്നൂരികൾ ഉത്തരം മുട്ടുന്ന ആ കാഴ്ച, നിങ്ങളുടെ ആരും വന്നിട്ടില്ല ചോദ്യം ചോദിക്കാൻ, എന്നാൽ ജിന്നൂരികൾ എത്തിയിട്ടുണ്ട്. അപ്പൊ കുട്ടിമോനൊക്കെ അടങ്ങിയിരുന്ന ഇൻഷാദിന് ശേഷം അവരെത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല പ്രാവശ്യം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സാക്ഷാലുടമസ്ഥൻ അള്ളാഹുവാണ് എന്നർത്ഥം. അപ്പൊ ഒരാൾ മഹാനോട് ചോദിച്ചാലും അതിന്റെ സാക്ഷാലുടമസ്ഥൻ അള്ളാഹുവാണ്. ഭാര്യയോട് ചോദിച്ചാലും സാക്ഷാലുടമസ്ഥൻ അള്ളാഹുവാണ്. ഭാര്യയോടുള്ള ചോദ്യവും ഇസ്ലാം അനുവദിച്ചതാണ്, മഹാനോടുള്ള ചോദ്യവും ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷെ അതിന്റെയൊക്കെ സാക്ഷാലുടമസ്ഥൻ അള്ളാഹുവാണ്. അല്ലെങ്കിൽ ദൈവം എന്ന നിലക്ക് ചോദ്യം അള്ളാഹിനോട് മാത്രമാണ്. ഈ അർത്ഥമാണുള്ളത്. അതിലൊരിക്കലും തന്നെ ഇസ്തിഗാസ പാടില്ല എന്ന് പറയുന്നില്ല. മനസ്സിലായോ? ഉസ്താദേ, ഞാനിപ്പോ
MT ഉസ്താദിനെ ഒരു മഹാനാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖാലിക്കൽ എന്ന ഉദ്ദേശത്തോട് MT ഉസ്താദെ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറയുന്നു. മഹാനല്ല, മഹാനാണ്, ഖാലിക്കല്ല എന്നൊരു ഉദ്ദേശം. MT ഉസ്താദെ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ള വാക്ക് മാറ്റും, സഹായം തോന്നി. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹു ലോകരക്ഷിതാവെന്നാഥ നീ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു, സഹായം തോന്നുന്നു. ഇതിൽ രണ്ടും ഒന്നാണോ അത് രണ്ടും ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പറയാൻ പറ്റും? രണ്ടും ഒന്നല്ല, രണ്ടും ഒന്നല്ല. അള്ളാഹുവിനോട് നടത്തുന്നത് പ്രാർത്ഥനയാണ്. കാരണം നിങ്ങൾ അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു ഇലാഹാണെന്ന് വിശ്വസിക്കുന്നവനാണ്. ഞാൻ ഇലാഹല്ല, ഞാൻ കേവലം ഒരു മഹാൻ പറഞ്ഞാല് വലിയ എന്നുള്ള അർത്ഥത്തിനാ മഹാ. നിങ്ങളെ കൺസെപ്റ്റിൽ ഞാനൊരു മഹാനാണ്, ആയിക്കോട്ടെ. ഞാനൊരു നബിയല്ലല്ലോ, റസൂലല്ലോ. പിന്നെ ഏറിപ്പോയാൽ ഞാനൊരു സ്വാലിഹായ മനുഷ്യനാണ്, ഹലാലും ഹറാമൊക്കെ നോക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യൻ. എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. കാരിപ്പറമ്പിലുള്ള എല്ലാ ആളുകൾക്കും പ്രവർത്തകൻ എന്നാ ഞാൻ പറയുമ്പോൾ മൈക്കിന് വായിക്കൂടെ? ഈ തട്ടിപ്പ് നടക്കൂല. കാരിപ്പറമ്പിലുള്ള ആളുകളോട് പറയാൻ എന്നോട് പറയൂ. ഒരു കാര്യം പറഞ്ഞാൽ നിൽക്ക് അവിടെ കൊടുക്കും മൈക്ക്. ആരാനോട് മൈക്ക് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ പറയുമ്പോൾ കൊടുത്താ പോരെ? ഇവിടെ ഇവർക്ക് ഒരു ചീത്ത സ്വഭാവം. കാരിപ്പറമ്പിലുള്ള ആളുകളോട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഹാലളകിയ ആൾ പറഞ്ഞ മാതിരി ഇവിടെ അല്ലല്ല, അവിടെ നിൽക്ക്, ഞാൻ പറയുന്നതാണ് കേൾക്ക്. ഇവിടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയാണ്, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ഭർത്തൃമതിയല്ലാത്ത, ഒരു ഭർത്താവിനോടൊപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും കൂടിക്കഴിയാത്ത ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് സാധാരണഗതിയിൽ അസാധ്യമായ ഒരു പെണ്ണിന്റെ അടുക്കൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. ഇതൊരു മുവഹിദായ ഒരു മനുഷ്യന്റെ വിശ്വാസപ്രകാരം അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? സാക്ഷാൽ നൽകുന്നവൻ അള്ളാഹുവാണ്, ഇദ്ദേഹം ഒരു സബബ് മാത്രമാണ്. അപ്പൊ ഞാനൊരു മഹാൻ മാത്രമാണെന്നാണോ നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ നിങ്ങൾ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ അതിനൊരു സബബാവണം എന്ന് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് സബബാകൽ എങ്ങനെയാണ്? ഒന്നുകിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാനൊരു ഡോക്ടറാണെങ്കിൽ അതിന്റെ ചികിത്സ പറഞ്ഞു തരുക, അതൊരു സബബാണ്. അള്ളാഹുവാണ് കുട്ടി തരുന്നത്, പക്ഷെ അതിന്റെ ഒരു സബബായി ഞാൻ നോക്കാം. അല്ലെങ്കിൽ ഞാനൊരു മഹാനാണെങ്കിൽ പടച്ച തമ്പുരാനോട് ശഫാഅത്ത് ചെയ്തിട്ട് പടച്ചോനെ ഈ ആൾക്കൊരു കുട്ടിനെ കൊടുക്കണേ എന്ന് പറയുമ്പോ എന്റെ ശഫാഅത്തിലൂടെ എന്റെ ആ ശഫാഅത്തിനെ പുരസ്കരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നിങ്ങൾ കണ്ടോ, കേൾക്കാതെ കാരിപ്പറമ്പേരോട് വയന്ന് പറയാൻ വേണ്ടി നിൽക്കുന്ന ആൾ ഇത് കേൾക്കുന്നില്ല. ഇനി ഇങ്ങനെ ചോട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറെ ഇട്ടതാണ്, കുറെ മുഖാമുഖം. നിങ്ങളെ മുജാഹിദ് നേരത്തെ ഹാലളിയ ചങ്ങായിട്ടല്ലോ, ഇതേ സ്വഭാവ. മൈക്കൽ എടുക്കും, എന്നിട്ട് ചോദിക്കണതിന്റെ ഇടയിൽ എങ്ങോട്ടും തിരിയും, എന്നിട്ട് നാട്ടുകാരോട് പറയും. ആ തട്ടിപ്പൊന്നും ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല. അതേസമയത്ത് മുജാഹിദുകളോട് മുഖാമുഖം നടത്തുമ്പോൾ ഞങ്ങൾ സുന്യാള് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ SKSFന്റെ പ്രവർത്തകരട്ടോ, വേറെ ഏതെങ്കിലും ആൾക്കാരെ പറ്റി ഞങ്ങൾ ഉത്തരവാദിയാവില്ല. ആ അങ്ങനെയുള്ള ഞങ്ങൾ ആരെങ്കിലും നാട്ടുകാരോട് സംസാരിക്കാറുണ്ടോ? ഞങ്ങൾ ആ മാന്യമായി ചോദിക്കും. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരാൾ മഹാനാണെന്നുള്ളവർക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞു. കുഞ്ഞിനെ തരണേ, എനിക്കൊരു കുട്ടിയെ തരണേ. കുട്ടിയെ കൊടുക്കുക എന്നുള്ള പ്രയോഗം അള്ളാഹുവിലേക്കല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കുട്ടിയെ തരൂ, ഞാൻ നിനക്ക് കുട്ടിയെ തരാൻ പോവുകയാണ്. ആര് പറയാ? മറിയം ബീവി അന്തം വിടുകയാണ്. ഞാൻ ഇതുവരെ വലം യംസസ്നി ബശർ, ഒരു മനുഷ്യനും എന്നെ തൊട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവും? ജിബ്രീൽ പറയാ, ഞാൻ നിനക്ക് കുട്ടിയെ തരാം, പരിശുദ്ധനായ ഒരു കുട്ടിയെ ഞാൻ തരാം. അതിന്റെ അർത്ഥം എന്താ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് കുട്ടീനെ ഉണ്ടാക്കാം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് കുട്ടിയെ പോയിട്ട് ഒരു മണ്ണിന്റെ തരി ഉണ്ടാക്കാൻ വയ്ക്കും, സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലാണ് പടച്ച തമ്പുരാനോട് നിങ്ങളുടെ ചോദ്യം. അതേ സമയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു സബബ്, എന്നെ കൊണ്ട് കഴിയുന്ന സബബ് എന്താണോ? ഞാനൊരു മഹാനാണെന്നാണ് വിശ്വാസം, എന്നാൽ ഞാനൊരു സ്വാലിഹായ മനുഷ്യനാണ്, എന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടും. അപ്പൊ എനിക്കൊരു കുട്ടിയെ തരണേന്ന് പറഞ്ഞാൽ
അതിനർത്ഥം ഞാൻ ദ്വാർന്ന് കാണ്ട് പടച്ചോനോട് ദ്വാർക്കാണ്. ഏതുപോലെ ഞാനൊരു നാടൻ ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഞാനൊരു വീടുണ്ടാക്കുമ്പോ ഞാൻ എന്ത് പറയും? കോൺട്രാക്ടറോട് പോയി പറയും, കോൺട്രാക്ടറെ എനിക്കൊരു വീടുണ്ടാക്കി തരണം. അതിനർത്ഥം എന്താ? കോൺട്രാക്ടർക്ക് വീടുണ്ടാക്കാൻ വയ്ക്കോ? അയാളുടെ പണിക്കാർക്ക് വീടുണ്ടാക്കാൻ വയ്ക്കോ? പക്ഷെ അയാൾ പണിക്കാരെ സെറ്റപ്പ് ചെയ്യണം എന്നാണ് അതിന്റെ ഉദ്ദേശം. പറയുന്ന വാക്കെന്താണ്? വീടുണ്ടാക്കി തരണേന്ന്. ഉദ്ദേശം എന്താണ്? പണിക്കാരെ സെറ്റപ്പ് ചെയ്യണം. ജോലിക്കാരോട് പോയിട്ട് ഞാൻ പറയും ഈ ചുമരൊന്ന് കെട്ടിത്തരണേ. അതിന്റെ അർത്ഥം എന്താ? അവർ തന്നെ ചുമര് കെട്ടിത്തരണമെന്നാണ്. അതോ ഉദാഹരണം കേൾക്കുന്നില്ല, കേട്ടാ കുടുങ്ങുകയെ. പിന്നെ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയും എനിക്കൊരു വീടുണ്ടാക്കി തരണേ. അതിനർത്ഥം എനിക്കുള്ള വീടിന് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണേ. അപ്പൊ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുവഹിദായ മനുഷ്യൻ അതിന്റെ ഉദ്ദേശ്യം. ഇതൊക്കെ ഏത് പോട്ടനും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് പോലും അറിയുന്ന നോർമലായ വിഷയങ്ങളാണ്. സാധാരണ മലയാള പ്രയോഗത്തിൽ പ്രയോഗിക്കുന്ന പ്രയോഗത്തിന്റെ ഉദ്ദേശം മനസ്സിൽ അറിയുന്ന ആളുകൾക്കൊക്കെ ഇവിടുത്തെ ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം. പക്ഷേ ഈ മലയാള ഭാഷ പോലും അറിയാത്ത പൊട്ടന്മാരാണ് മുജാഹിദുകൾ. പൊട്ടന്മാർ. വിദ്യാഭ്യാസമില്ല, സാഹിത്യമറിയില്ല, മതമറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. ഇവരെ വിചാരം ഞങ്ങൾ വലിയ ബുദ്ധിജീവികളാണ്. ഭയങ്കര അലാക്കിന്റെ ബുദ്ധി. ഈ അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകളെ മുജാഹിദാക്കിയത്. അഹങ്കാരം. അപ്പൊ ചുരുക്കത്തിൽ ഞാനൊരു ഇനി വേറെ കാര്യമായിട്ട് ഞാൻ മഹാനല്ല കേട്ടോ. ഇനി കാരിപ്പറമ്പ് വന്നിട്ട് ഞാൻ മഹാനാണെന്നുള്ളത് നിങ്ങൾ ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. അപ്പോ ഞാനൊരു മഹാനാണെന്നാണോ നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ എന്നോട് കുഞ്ഞിനെ തരണേന്ന് ചോദിച്ചാൽ ഏതുപോലെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് റബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചില്ലേ? നബിയെ, അങ്ങ് സ്വർഗത്തിലുള്ള അങ്ങയുടെ സഹത്വം എനിക്കു തരണേ. അപ്പൊ സ്വർഗം കൊടുക്കലേ റസൂലുള്ള. അതിനെന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം തന്നെ ഇവിടെ ഒരു മുസ്ലിം ഉദ്ദേശിക്കുള്ളൂ. മൂസാ നബിയോടൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? എനിക്ക് സ്വർഗം തന്നാ പോരാ മൂസാ നബിയെ, നിങ്ങൾ എനിക്ക് സ്വർഗം തന്നാ പോരാ, അങ്ങയോടൊപ്പമുള്ള സ്വർഗം തരണം. ഹദീസാണ്, റസൂൽ പഠിപ്പിച്ച ഹദീസാണ്. അവിടെ എന്താ ഉദ്ദേശം? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മുസ്ലിമാണോ, നിങ്ങൾ എന്നെ പറ്റി ഒരു മഹാൻ എന്ന് മാത്രമാണോ ചിന്തിച്ചത്? എന്നാൽ നിങ്ങൾ ആ ചോദ്യം അനുവദനീയമാണ്. ഒരു കുഴപ്പമില്ല. ഉണ്ട് എന്നുള്ളതിന് ഒരു തുണ്ടം തെളിവ് എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പോ ഉസ്താദ് പറഞ്ഞത് മനസ്സിലായി. അദ്ദേഹം നമ്മള് ഖാലിക്കല്ല എന്ന വിശ്വാസത്തോടു കൂടി ഉസ്താദിനോട് സഹായം ചോദിച്ചാലും, സഹായം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. പിന്നെ അപ്പൊ ഉസ്താദ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത് കൊണ്ട് ഉസ്താദിന് പറയാൻ പറ്റും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിൽ നിന്നും എന്നോട് കൂടി ഞാൻ പ്രാർത്ഥിച്ച് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ബാഗ്ദാദിൽ കുടികൊള്ളുന്ന മക്ബറയിൽ സ്ഥിതി ചെയ്യുന്ന ബഹുമാനായ മുഹീദ്ദീൻ ഷേഖിനോട് മലയാളിയായ ഞാൻ ചോദിക്കുന്നു, യാ മുഹീദ്ദീൻ ഷേഖ്, നിങ്ങൾ എന്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ കുട്ടികളെ ആ ഷേഖ് എന്റെ ഈ പ്രാർത്ഥന, മലയാളത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമെന്നും അങ്ങനെ അദ്ദേഹം എനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ശഫാഅത്ത് നൽകും, ശുപാർശ നൽകുമെന്നും വിശ്വസിച്ചാൽ അതിന്റെ ഹുക്കം എന്താണ്? അതിന്റെ ഹുക്കുമാണ് അനുവദനീയം. അപ്പൊ ഇന്ന് മുതൽക്ക് ഒരു മുസ്ലിം എല്ലാ കാര്യങ്ങളും ഒഴിച്ചതിനോട് മാത്രം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അനുവദനീയമായ ഹലാലായ ഒരു കാര്യം, അതായത് അനുവദനീയം എന്ന് പറഞ്ഞാല് ഉസ്താദ് ഉദ്ദേശിക്കുന്നത് ചെയ്താൽ കൂലിയില്ലാത്തതും ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഇല്ലാത്തതുമായ കാര്യമാണല്ലോ. അനുവദനീയം പറഞ്ഞാൽ ചെയ്താൽ കൂലിയില്ല, ചെയ്യാൻ പറ്റും, ഉപേക്ഷിച്ചാലോ ശിക്ഷയില്ല. അങ്ങനത്തെ അനുവദനീയമാണോ ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? ചോദ്യന്റെ മാറിയത് അല്ല, അള്ളാഹിനോട് മാത്രം ചോദിക്കാതെ അല്ലല്ല, അങ്ങനെ ചോദ്യം മാറ്റല്ലേ. അനുവദനീയം എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂടുന്നത് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതെന്ന് എവിടെ മുബാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥാണത് കേട്ടോ. നിങ്ങൾ നിർവചനം ഉണ്ടാക്കുന്നത് എന്നോട് ചോദിക്കാം, അതല്ല. അള്ളാഹിനോട് മാത്രം ചോദിക്കാത്ത ഒരാൾ മുഹിയത്തിന് സുഹൃത്തെ, ഇപ്പൊ ഞാൻ നിന്റെ മുഖത്ത് ഒരു അടിയടിച്ചു, ചെയ്ത തെറ്റാണ്, ഈ ദോഷം എനിക്ക് നീ പുറത്തു വരണമെന്ന് പറഞ്ഞൂടെ? ഖുർആൻ പറഞ്ഞിട്ടില്ലേ പുറത്തു കൊടുക്കാന്ന്? മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താ? അവർ മഗ്ഫിറത്ത് കൊടുക്കുന്നു ഖുർആൻ പറയാം.
മുഅ്മിനീങ്ങളുടെ സ്വഭാവം മൗഫിറത്ത്, പൊറത്തു കൊടുക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അപ്പോ അനുവദനീയമായൊരു കാര്യം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖിനോട് മാത്രം ചോദിച്ച് ജീവിച്ച് മരിച്ചു എന്ന് വിചാരിക്കാം. അതാണല്ലോ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു സുഹൃത്തെ, അപ്പൊ ആ മുസ്ലിമിന് നിസ്കാരമൊന്നുമില്ല. നിസ്കാരത്തിൽ പടച്ചവനോട് ഇഹ്ദിനാന്ന് ചോദിക്കണ്ടേ? ആ മുസ്ലിമിന് ഹജ്ജ് ചെയ്യണ്ടേ? അവിടെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചോദിക്കണ്ടേ? പിന്നെ ഇയാൾ നിസ്കാരം നോക്കുമ്പോ ഹജ്ജൊന്നും ഇല്ലാതെ വെറും മുഹീദ്ദീൻ ശൈഖിനെ അങ്ങനെ വിളിച്ചു നടക്കുക. അതാണ് നിങ്ങളെ സങ്കല്പത്തിലുള്ള മുസ്ലിം? അങ്ങനത്തെ മുസ്ലിം നരകത്ത് പോവില്ലേ? നിസ്കാരം ഒഴിവാക്കിയാല് നരകത്ത് പോവില്ലേ? അപ്പൊ ആലോചിക്കാതെ ഉദാഹരണം ഉണ്ടാക്കുക. മൂപ്പര് ആലോചിക്കാതെ അപ്പൊ മൂപ്പർക്ക് തന്നെ തോന്നി ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണത്തിൽ പ്രശ്നമുണ്ട്. ആ മൂപ്പര് അനുവദനീയത്തിന്റെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്താണ് സഹോദരാജി മൗലവിമാരെ എഴുതിയ മലയാള പുസ്തകം മറിച്ചോണ്ട്? അല്ലല്ല, നിക്ക്. അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആയോ? അള്ളാഹുവോടല്ലാതെ മുഹ്യിദ്ദീൻ ശൈഖിനോട് മാത്രം ചോദിക്കാൻ ഒരു പരിപാടി ഇവിടെ നടക്കൂല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ആരാധനാ കർമ്മങ്ങളുണ്ട്, നമ്മളെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അതൊക്കെ അല്ലാഹ്ക്കല്ല. എന്റെ പ്രാർത്ഥന ഇവ വള്ളിക്കാൻ അല്ലാഹു ഇഫ്തഹലി അബ്വാബ റഹ്മതിക, അത് യാ മുഹദ്ദിൻ ശൈഖ് ഇഫ്തഹലി അബ്വാബ റഹ്മതിക. കക്കൂസ് കയറുമ്പോ അല്ലാഹു അന്നി അഊദു മിനൽ ഖുബൂസ് വൽ ഖബീസ്, മോദി ശൈഖ് ഇനി ഖുബൂസ് അഊദു മിനൽ ഖുബൂസ് ഖബാസ്. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ദിനംചര്യയിൽ ആ പ്രാർത്ഥനകൾ ശൈഖിനോട് പറ്റോ? ഇരിക്കവിടെ പറ്റുന്നറിയണത്. ആ ഒച്ചട്ട അതിലും വലിയ ഒച്ച നമ്മളിടും. പൈസന്റെ ഇരുത്തിയ ആളാണ് ഞാൻ. അറിയാം എനിക്ക്. ജബ്ബാർ മൗലവി ചെറിയൽ മുട്ടേക്കിന് അയാളെ നീണ്ട താടി തൊള്ളിക്കാൻ തിരികെ മംഗലാപുരം സംഭവത്തില്. അതെ, തൊള്ളിക്കാൻ തിരികെ. അതും കോമഡിയാ. തൊള്ളിക്ക് തിരികെ എന്താ പറയാ, വഷളായിട്ടാ തിരികെയത്. റാസിയുടെ ഇബാറത്ത്. അപ്പൊ അങ്ങനെ ഒച്ചട്ട് കണ്ടേ തോൽപ്പിക്കാൻ നിൽക്കണ്ട. വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിൽ അല്ല ഇബ്രാഹിം മൗലവി ഞാൻ പറയുമ്പോൾ കൊടുത്തേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ചൊവ്വായ മാർഗത്തിലേക്ക് ഹിദായത്താക്കണേ. ഇങ്ങോട്ട് കേൾക്കുക. ചൊവ്വായ മാർഗത്തിൽ ഹിദായത്താക്കണേ അള്ളാഹിനോട് ചോദിച്ചതാ. അവര് ശ്രദ്ധിക്കണേ, ജനങ്ങൾ ശ്രദ്ധിക്കട്ടെ. ചൊവ്വായ മാർഗത്തിൽ ഹിദായത്താക്കണേ എന്ന് ഫാത്തിഹ സൂറയിൽ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. അതേ സ്പെല്ലിംഗ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾ ചോദിക്കുകയാണ്, വഹ്ദിന ഇലാ സവാഇസ് സിറാത്ത്. കണ്ടോ, അള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കുന്നു, ദാവൂദ് നബിയോടും ഹിദായത്ത് ചോദിക്കുന്നു. ഖുർആാനുള്ളതാണ്. അതിന് ഖുർആൻ കാണണ്ടേ? ഫാത്തിഹ സൂറത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം പിന്നെ മൗലവിന്റെ പരിഭാഷ കണ്ടിട്ടുണ്ടാവും. ഫാത്തിഹ സൂറത്ത് നമ്മളെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പുറം മൗലവിന്റെ പരിഭാഷ കണ്ടിട്ടുണ്ടാവും. രണ്ട്, ഖുർആനിൽ പഠിപ്പിച്ചൊരു ദുആയാണ് റബ്ബനാ ലാ തുആഖിദ്നാ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഖദിറിനോട് പറയാണ് ലാ തുആഖിദ്നി. സ്പെല്ലിംഗ് ഒന്ന്, ഉദ്ദേശം വേറെ. അതേപോലെ സ്വഹീഹ് മുസ്ലിമിന്റെ ദുആ കാണാം, അല്ലാഹുമ്മ ത്വഹിർനി. സഹാബത്ത് റസൂലുള്ളാഹിനോട് വന്ന് പറയാണ് യാ റസൂലല്ലാഹ് ത്വഹിർനി. കണ്ടോ, എന്നെ സോപ്പിട്ട് കുളിപ്പിക്കണേന്നല്ല, എന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കണേന്ന. സോപ്പിട്ട് കുളിപ്പിച്ചേരണേന്നല്ല. ഇത് പാർപ്പേരത്തിന്റെ പണിയല്ല റസൂലുള്ളാഹിക്കുള്ളത്. അടുത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലാഹുവോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ? അഊദു ബിറസൂലില്ലാഹ്. സഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. റസൂൽ അവൽ തോന്നി അഊദു ബിറസൂലില്ലാഹ്. സ്വഹീഹ് മുസ്ലിമിലെ സംഭവം. മുസ്ലിമായിരുന്നാലേ കഥല്ലാത്ത ആൾക്കാര് ഇങ്ങനെ ആക്കുമ്പോ ഞാൻ സ്വഹീഹ് മുസ്ലിമൊക്കെ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ നാടകം? അല്ല, ഇത് പറയുന്ന ഇതൊക്കെ കാണുന്നത് മദ്രസയുടെ പുസ്തകം തന്നെ അർത്ഥം വെക്കാൻ പറ്റും. അവിടെ
തോന്നുന്നു. അപ്പൊ ഞാൻ നെഞ്ചത്ത് കൈകിട്ടുന്ന ഹദീസ് ഒന്ന് പറയാം. ഹദീസൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഷാഫി ഇമാമിനെ എതിർക്കുക? ഈ ഒരു നിലപാടിലേക്ക് മനുഷ്യ മനസ്സുകളെ സങ്കുചിതപ്പെടുത്തി എന്നുള്ളതാണ് കേരളത്തിലുള്ള മുജാഹിദുകൾ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം. അവരുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരായ വിവരമില്ലാത്തവരുടെ ഹൃദയങ്ങളെ വലിയ മഹാവിവരസ്ഥന്മാരാണെന്നുള്ള ധാരണയിലേക്ക് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. വിവരമില്ലായ്മ കൊണ്ട് അള്ളാഹു പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല. ഫർദ് അയിനായ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ പടച്ചോൻ നിർബന്ധ ബാധ്യത വീടി. ഫർദ് കിഫായയായ കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോളുന്നില്ല. അപ്പൊ സ്പെല്ലിങ്ങിലുള്ള യോജിപ്പല്ല ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം. മറിച്ച് ശിർക്ക് തൗഹീദ് മാനദണ്ഡം എന്നത് അപേക്ഷിക്കപ്പെടുന്നവൻ ആരാണെന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അപേക്ഷിക്കപ്പെടുന്നവൻ റബ്ബും ഇലാഹുമാണെന്നാണോ നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അത് റബ്ബിനോട് മാത്രമേ ചെയ്യാവൂ. അപേക്ഷിക്കപ്പെടുന്നവൻ റബ്ബും ഇലാഹുമല്ല എന്നാണോ എങ്കിൽ അത് ശിർക്കുമല്ല. അതിനർത്ഥം റബ്ബല്ലാത്തവനോട് എന്തും ചോദിക്കാം എന്നല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരെന്താണ്? അബ്ദുൾ റസാഖെ തൊട്ടടുത്ത ആളെ ഒന്ന് പോയി കൊന്ന എന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം അത് വേറെ കാരണങ്ങളോ, അത് ചെറുക്കായതുകൊണ്ടല്ല. നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അനുകൂലം വിചാരിച്ച് തൊള്ളൊളിച്ചല്ലോ, പക്ഷേ നിങ്ങൾക്ക് പ്രതികൂല. അപ്പതിനാക്കി ഞങ്ങൾക്ക് അനുകൂലം പറയാമെന്ന് വിചാരിച്ചു. അതേസമയത്ത് ഇപ്പൊ ഉദാഹരണം പറയാം, നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് എത്തിപ്പിക്കല്ലേ എന്ന് നിങ്ങൾക്ക് പറച്ചോനോട് പറയാൻ പറ്റും. പക്ഷെ നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് എത്തിപ്പിക്കല്ലേ എന്ന് ഒരു മുസ്ലിയാർ എന്ന നിലക്ക് പരസ്യമായിട്ട് എനിക്ക് സ്റ്റേജെട്ടി പ്രസംഗിക്കാൻ പറ്റൂല. കാരണം എനിക്കൊരു രാഷ്ട്രീയ ഭാവം, രാഷ്ട്രീയമായിട്ട് ഞാനൊരു പള്ളിക്കത്ത് ഉസ്താദാവുമ്പോ അവിടെ മാർക്സിസ്റ്റുണ്ട്, ലീഗുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാനൊരു രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുക എന്നുള്ളത് അത് ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ എന്നതുപോലെ സാന്ദർഭികമായ ചില കാരണങ്ങളാല് അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റൂല. അത് ശിർക്കായതുകൊണ്ടല്ല. മുജാഹിദുകൾ മനസ്സിലാക്കി അതൊക്കെ ശിർക്കാണ്. അതേസമയത്ത് ശിർക്കൽ അത് പ്രാദേശികമായ സാഹചര്യപരമായ മറ്റു കാരണങ്ങളെ വെച്ചിട്ടാണ്. അത് ശിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ടതല്ല. ശിർക്ക് തൗഹീദ് എന്ന് പറയുന്നത് അപേക്ഷിക്കപ്പെടുന്നവനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പ്രക്രിയയാണ്. അപേക്ഷിക്കപ്പെടുന്നവൻ റബ്ബും ഇലാഹുമാണോ എന്നാൽ അന്നല്ല ശിർക്കാവും. അപേക്ഷിക്കപ്പെടുന്നവൻ റബ്ബും ഇലാഹുമല്ല, ഒരു മനുഷ്യൻ മാത്രമാണെന്നാണോ അല്ലെങ്കിൽ മലക്കാണെന്നാണോ ജിന്നാണെന്നാണോ എന്താ നിങ്ങളുടെ വിശ്വാസം? എന്നാൽ ശിർക്കാവൂല. മനസ്സിലായില്ലേ? ഇതാണ് എന്റെ മാനദണ്ഡം. ഉസ്താദെ, ഞാൻ ചോദിച്ചത് മരിച്ചുപോയ നിങ്ങൾ പറയും ഖുർആനിലെ സുലൈമാൻ നബിയോട് മറ്റു നബി മുഗദാവിൽ നിന്നുകൊണ്ടാണ് സഹാബത്ത് നബിയോട് പറഞ്ഞതൊക്കെ ജീവിച്ചിരിക്കുന്ന നബിനെ ഹാളിറായിക്കൊണ്ട് നബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നേരിട്ട് ചോദിക്കും. ഞാൻ MT ഉസ്താദിനോട് ചോദിക്കണമായി ചോദിച്ചതാണ്. അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് മൊഹീദ്ദീൻ ഷെയ്ഖെ, എനിക്ക് സാലിഹായ ഒരു സന്താനത്തെ അല്ലെങ്കിൽ എന്നെ സ്വർഗത്തിലാക്കണമേ, എനിക്ക് ഹിദായത്ത് നൽകണം എന്ന് ഞാൻ മലയാളത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മൊഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുകയും എനിക്ക് വേണ്ടി മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിനോട് ശഫാഅത്ത് തേടുകയും അല്ലെ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പതായാലും അൽഹംദുലില്ലാഹ് ഒരു കാര്യം ബോധ്യപ്പെട്ടു. നേരിട്ട് സഹായം കുഴപ്പമില്ല അല്ലെ? അൽഹംദുലില്ലാഹ് അവിടുത്തെ ഇനിയിപ്പോ എത്ര ഉള്ളൂ മരിച്ചുപോയവരുടെ സഹായം തേടി. അപ്പോ നേരത്തെ ചോദിച്ചവരൊക്കെ അൽഹംദുലില്ലാഹ് ഉത്തരം കിട്ടിപ്പോയി. ഈ മുപ്പരിന് പോകാൻ മുട്ടി നിൽക്കണം. അപ്പൊ മറ്റൊന്ന് ഒന്ന് നിൽക്കി എന്ന് പറയുമ്പോ സാധനം നിൽക്കുകയാണ്. ഏതായാലും സമയം ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ എത്ര വരുന്നത് നിങ്ങൾക്ക് അടുത്തല്ലേ? എത്ര മുഖാവാ മറ്റാള് വേറെ കിതാബും കൊണ്ട് വന്നു, അത് പോയി. അതിന്റെ അടുത്ത് വേറെ ആള് കണ്ടോളൂ പറഞ്ഞു. പിന്നെ അതിനെ കാണാൻ തന്നെ അല്ല. അതിലേക്ക് പോട്ടെ, ഇരിക്കട്ടെ, അതൊന്നല്ല വിഷയം. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. നിങ്ങളെ ചോദ്യം എവിടെ എത്തി? മരണപ്പെട്ടുപോയ അല്ലെ, മരണപ്പെട്ടു ഒരു സഹായം തേടാൻ പറ്റുമോ? അത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ? അത് ഞങ്ങൾ തെളിവുദ്ധരിച്ചിലൂടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് നബിയോട് സഹായം തേടിയത് എവിടെ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുമ്പോ
ഇതേ സമയമാണ് അലൈഹി വസല്ലം തങ്ങളുടെ ആ കബറക്കടക്കുന്നതിലൂടെ ആ സംഭവത്തെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അത് നമ്മൾ ഒരു മുഖാമുഖം സംസാരിച്ചിരുന്നു. പിന്നെ വേറെ കാലസ്ഥാൻ മനസ്സിലാക്കണം, നമ്മൾ ഒരു തെളിവ് പറഞ്ഞാല് നിങ്ങൾക്ക് ഒന്നുകിൽ ശരിയാണെന്ന് പറയാം, അല്ലെങ്കിൽ തെറ്റെന്ന് പറയാം. ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ അടുത്ത ഭാഗത്ത് നോക്കാം. ആളറിയാത്ത പ്രശ്നം ഞങ്ങൾ ചോദിച്ചു ഏതായത് കാലവർഷം ഒരു മനുഷ്യരല്ല, ഒരു മനുഷ്യരുടെ അസാധന അതുകൊണ്ട് ഞങ്ങൾ പറയണ്ട. പത്നിമാർ പറയുന്നു ആ വന്ന ആളാണ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. കൃത്യമായ പഠനത്തെ വിധേയമാക്കേണ്ടതാണ്. വ്യക്തമായി വിശദീകരിക്കേണ്ട വിഷയമാണ്. 5 മിനിറ്റുകൾ വിശദീകരിക്കപ്പെടുന്നതല്ല. ഇൻഷാ അല്ലാഹ് 5 മണിക്കൂർ വരെ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് ഇവിടെ മുജാഹിദിന്റെ പണ്ഡിതന്മാരിൽ നിങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞു, ആരാ വന്നാള്, പേര് പറഞ്ഞു, അഹദു സ്വഹാബയാണ് പറഞ്ഞു. നിങ്ങളൊക്കെ പുസ്തകത്തിൽ പറഞ്ഞു ഇമാമിങ്ങൾ പറഞ്ഞ സ്വീകരിക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേ ഹസ്ബുൽസ്കാനിയുടെ ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചു. ആരാ വന്നെന്ന് പറഞ്ഞു, വന്ന ആൾ ആരാണെന്ന് പറഞ്ഞു, കിതാബും ഉദ്ധരിച്ചു. അപ്പൊ പറയാ ഇനി വിശദീകരിക്കണം. നടക്കൂല മോനെ, നടക്കൂല. ആ കളി ഞങ്ങളോട് നടക്കൂല. ഞങ്ങൾ സംഭവം തിരിച്ചു. ഇനി സംഭവത്തെ കുറിച്ച് എന്ത് പറയാനുണ്ട്? സംഭവത്തെ കുറിച്ച് ഉസ്താദിനോട് ഞാൻ പറഞ്ഞില്ലേ, ഇത് വിശദീകരിക്കപ്പെടേണ്ടതും ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. നിങ്ങളൊരാളെ പേര് പറഞ്ഞ ഒരു പക്ഷേ ജനങ്ങൾ വിചാരിക്കുന്നത് ശരിക്കും സഹാബി. ഒരു മിനിറ്റ്, ഞങ്ങളല്ല പറഞ്ഞത് ഫത്ഹുൽ ബാരി. ഓക്കെ, ഫത്ഹുൽ ബാരി തന്നെയാണ് ഞങ്ങളും അഭിപ്രായങ്ങൾ പറഞ്ഞു, നിങ്ങളും അഭിപ്രായം പറഞ്ഞു. ഫത്ഹുൽ ബാരി എന്ന ഒരു പ്രമാണം ഒരു ഖുർആന്റെയും ഹദീസിന്റെയും പോലെ ഒരു പ്രമാണമല്ല. ഫത്ഹുൽ ബാരിയാണ് കഴിഞ്ഞു. അപ്പൊ ഫത്ഹുൽ ബാരിയെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ അറിയണം, ഇതേതാ പുസ്തകം? ഇത് നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയ. ഇതിൽ പറഞ്ഞത് ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ശിർക്കും തൗഹീദും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ലോകം കണ്ട മഹാപണ്ഡിതൻ സഹീഹുൽ ബുഖാരിക്ക് ലോകം നൽകിയ സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും നല്ല വ്യാഖ്യാനം എഴുതിയ മഹാനായ ലോകം മനപ്പാടമുണ്ട് പണ്ഡിതൻ പറഞ്ഞ ഹാഫിദ് ദുനിയ എന്ന് പരിചയപ്പെടുത്തിയ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിയിൽ, ആ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരണിയാണ് ഞങ്ങൾ വായിച്ചത്. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി അഹദുസ് സ്വഹാബ. നിങ്ങളെ ആരെ പറഞ്ഞു വെച്ചു പറഞ്ഞു. ഈ സംഭവത്തെ കുറിച്ച് പറയും. വളരെ മനസ്സിലായില്ലേ? ഈ സംഭവം പറയും. അങ്ങനെ ആ സംഭവത്തെ കുറിച്ച് എന്ത് പറയുന്നത്? ഞാൻ ഉസ്താദിനെ പറയണ്ടേ, നിങ്ങൾ പറഞ്ഞ ആ സഹാബി ആണ് എന്നുള്ളതിന് കൃത്യമായി അഭിപ്രായ വ്യത്യാസം ഇമാമുകൾക്കുണ്ട്. അതാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഇമാമിനെ അതിൽ വിശദീകരണം ശരിക്കുള്ള ഞങ്ങൾ പറഞ്ഞതല്ല പറഞ്ഞത്, ഫത്ഹുൽ ബാരി പറഞ്ഞത്. ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചത് നിങ്ങൾ തെളിവ് ഉദ്ധരിച്ച അതേ കിതാബ്, നിങ്ങൾ തെളിവ് ഉദ്ധരിച്ച അതേ കിതാബ്. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു റജുൽ എന്ന് പറഞ്ഞത് തള്ളേണ്ടതാ. പിന്നെ നമ്മൾ ചോദിച്ചോണ്ട് പറഞ്ഞതാ റജുൽ എന്ന് പറഞ്ഞൊക്കെ തള്ളേണ്ടതാ. അത് ഞങ്ങൾ പറഞ്ഞു. റജുൽ എന്നൊക്കെ പറഞ്ഞ് തള്ളേണ്ടതാ. നേരത്തെ തെളിവ് ഉദ്ധരിച്ചിവിടെ. അതിന് തെളിവ് ഞങ്ങൾ പറഞ്ഞു. ഒരാളെന്ന് പറഞ്ഞൊക്കെ തള്ളേണ്ട വിഷയങ്ങളാ. ഖുർആനിൽ വക്കാൽ റജുൽ എന്ന് പറഞ്ഞ് തള്ളുന്നില്ലേ? അത് തള്ളേണ്ട വിഷയം അതൊന്നല്ല. പിന്നെ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ആളെയും പറഞ്ഞു. ആ ആളെ ഞങ്ങളുടെ അഭിപ്രായമല്ല, ഫത്ഹുൽ ബാരി പറഞ്ഞതാണെന്നും പറഞ്ഞു. അപ്പൊ പറയാണ് ഇനി വിശദീകരിക്കുന്നത് വേറെ മുഖാമുഖത്തിലാവാം. പിന്നെ ഞങ്ങൾ അതിരുന്നാ പോരാ, നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ആവശ്യമുണ്ട്. ഞങ്ങൾ തെളിവ് തിരിക്കും പറയാതെ വേറെ മുഖാമുഖത്തിലാവാം. ഞങ്ങൾ കാര്യം ഫൈസൽ മൗലവി കൊണ്ടുപോയി നമുക്ക് നേരിട്ടാവാം. അതായിക്കോട്ടെ. അല്ല, ഞങ്ങൾ തെളിവ് തിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇതാവിരിയില്ല, ഞങ്ങൾക്കൊന്നും തിരിയില്ല, അടുത്ത മുഖാമുഖത്തിലാകാം. ഇത് മറുപടിയല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞതിനെ ക്രോസ് ചെയ്യാൻ പറ്റും, ക്രോസ് ചെയ്യും. അതാ ചെയ്യേണ്ടത്. അഭിപ്രായ വ്യത്യാസം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ടെന്ന് പറയല്ല വേണ്ടത്. ഞങ്ങൾ പറഞ്ഞ ക്രോസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോകലുണ്ട്. അടുത്ത കോൾ വരുന്നുണ്ട്, വേഗം മുങ്ങിക്കോളാൻ. അസ്സലാമലൈക്കും. എന്റെ പേര് റഫീഖാണ്. ഈ വിഷയം അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ, ഇമാമികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് പണ്ഡിതന്മാരായിട്ട് വെച്ച് ചർച്ച ചെയ്യാം. ഒരു മുഖാമുഖം ഞങ്ങൾ നടക്കുന്നത്. ഇനി അതല്ല, സംവാദത്തിനാണെങ്കിലും തയ്യാറാണ്. അതിന് നമുക്ക് റെഡിയാകാം. ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആരെ പറഞ്ഞോട്? ഇതിൽ അഭിപ്രായ ഇയാൾ പറയാം ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ എന്താ സംഭവം അറിയോ?
മൈക്ക് ഇബ്രാഹിം വൈസിന്റെ മൈക്ക് കൊടുത്താൽ ഞാൻ പറയുമ്പോ മൈക്ക് കൊടുത്താൽ മതി. അല്ല അങ്ങനെ വാങ്ങണ്ട. ഇവരെന്താ ഇവര് മനസ്സിലാക്കിയാൽ എന്താ അറിയോ, ആ സാധു അത് സാധു എങ്ങനെ പോകാതിരിക്കാം, മറ്റേ സാധു പോയല്ലോ. ഞാൻ പറയട്ടെ സഹോദര, പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കാം. ഞങ്ങളോട് ചോദിക്കാൻ ഇദ്ദേഹം ഈ ഖബറിങ്ങൽ പോയ സ്വഹാബിയുടെ പേര് നിങ്ങൾക്ക് സ്വഹാബിയാണെന്ന് എവിടുന്ന് കിട്ടിയെന്ന അയാളെ ചോദ്യം. അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് പറയല്ല, ഞങ്ങളിതാ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞ ഈ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതാ ബിലാൽ ബിനു ഹാരിസിൽ മുസനി, ഇദ്ദേഹം മുസൈനത്ത് ഖബീലക്കാരനായ ബിലാൽ ബിനുൽ ഹാരിസ് എന്ന സ്വഹാബിയാണ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവര് പറഞ്ഞെന്താ, ഞങ്ങൾ മറുപടി പറഞ്ഞേക്കിന് മുട്ടിന്ന് കണ്ടേക്കിന്, അത് നമുക്ക് മുഖാമുഖത്തിൽ മറ്റൊരു മുഖാമുഖത്തിൽ ചർച്ച ചെയ്യാം. എടാ എന്താ സഹോദരങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചാല് ഒരു മറുപടി കേട്ടാൽ അതിന് മറുപടി ഉണ്ട്, അതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവര് ചിന്തിക്കുന്ന ആദ്യം നമുക്ക് മൗലവിയോട് ചോദിച്ചിട്ട് അയാൾ പറയും പോലെ വിശ്വസിക്കാം. അതാ നമ്മൾ അന്ധമായ അന്ധവിശ്വാസികൾ, മൗലവിമാരെ അന്ധമായി വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ എന്നാണ് നിങ്ങളല്ലട്ടോ മുജാഹിദുകൾ. ഒന്ന്. രണ്ടാമതായിട്ട് ഇവർ പറഞ്ഞ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരാണ് അഭിപ്രായ വ്യത്യാസമുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. വെറുതെ പറയാൻ നോണേൽ പറയുന്നേ. ആരെങ്കിലും മെസ്സേജ് അയച്ചോ അഭിപ്രായ വ്യത്യാസമുണ്ട്? അപ്പം ഭാവിയിലൊരു മുഖാമുഖത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നത് വെച്ചുകാണ്ട് ഇപ്പൊ തന്നെ പറയാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആർക്കും അറിയാം, മുജാഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുജാഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുജാഹിദുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ വ്യതിചലിപ്പിച്ചതുകൊണ്ട് അവർക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് വിശദീകരിച്ച് ഇമാമുമാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്നാ ചോദിച്ചത്. നിങ്ങൾ എന്താ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്? ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചാണോ, ഏതെങ്കിലും മൗലവി പറഞ്ഞതാണോ? പിന്നെ എന്തെങ്കിലും അങ്ങനെ നോണാറില്ലേ? ഒന്ന് വായിക്കൊടുത്തേ. ആ നോൺ എന്തിനാ പറഞ്ഞത് ചോദിക്കാൻ. ആ വിഷയം ഞങ്ങൾ പല വിവരമുള്ള ആളുകൾ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്ക് ആ പണ്ഡിതന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ പേര് നിങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് നല്ല മറുപടി. ധൈര്യം ഉണ്ടെങ്കിൽ ഫൈസലിൽ ഞങ്ങളായിട്ട് മുട്ടാൻ വേണ്ടി കൊണ്ടുവരും. എങ്കിൽ ലെറ്റർ പേടില് എഴുതി, ലെറ്റർ പേടിലേക്ക് എഴുതി. ഇസ്തസ്കിന് ഉമ്മത്തിക്ക. ഞാൻ പറയട്ടെ, വിഷയം ഇപ്പൊ തന്നെ റെഡിയാണ്. ഇബ്രാഹിം മൗലവി സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇവിടുത്തെ SKSF-ന്റെ അല്ല ഇബ്രാഹിം മൗലവി മൈക്കന്നി കൊടുക്കണ്ട, ഇവിടുത്തെ SKSF-ന്റെ പ്രവർത്തകന്മാരും MSM-ന്റെ പ്രവർത്തകന്മാരും സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ, സുഹൃത്തെ പ്ലീസ് ഇങ്ങോട്ട് നോക്കൂ, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇല്ല അങ്ങനെയാണെങ്കിൽ പറയട്ടെ, ഇസ്തസ്കിലി ഉമ്മത്തിക്ക യാ റസൂലല്ലാഹ് എന്നുള്ള ഹദീസ്, അല്ലെങ്കിൽ നിങ്ങൾ അസർ എന്ന് പറഞ്ഞോളി, നിങ്ങൾ അസറും ഞങ്ങൾ ഹദീസ് എന്നും പറഞ്ഞോളാം. അതിൽ അസർ ഹദീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇസ്തസ്കിലി ഉമ്മത്തിക്ക യാ റസൂലല്ലാഹ് എന്നുള്ള ഹദീസ് അല്ലെങ്കിൽ അസർ എന്തു ആവാം, അത് ഇസ്തിഗാസക്ക് അഥവാ മുസ്ലിങ്ങളുടെ ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് ഞങ്ങളും, അത് തെളിവല്ല എന്ന് നിങ്ങളും. ഈ വിഷയം ഇപ്പൊ തന്നെ പറയാൻ പറ്റില്ല. നല്ല പേപ്പർ ആദ്യം അല്ലല്ല, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് സംവാദത്തിന് തയ്യാറാണ് സ്ഥിതിക്ക് അത് എഴുതി ഇപ്പൊ തന്നെ ഇതാ. അതെ എന്താ പ്രശ്നം? ഇതിപ്പോ എന്താ കഥ? നിങ്ങളെ പറഞ്ഞ ചൂടിപ്പല്ലോ. അല്ലല്ല, നിങ്ങൾ എഴുതി പറിച്ചിട്ട് വേണ്ട, എഴുതാ പറിച്ചെറിഞ്ഞില്ല, എഴുതി വെള്ളക്കലസെറിഞ്ഞ്. നിങ്ങളാളുകൾ പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങളാളുകൾ എഴുതി കടലാസപ്പെട്ടില്ല, ഞങ്ങൾ എഴുതപ്പെട്ടില്ല.
എഴുതിയപ്പെട്ട വേണ്ട പ്രശ്നം വേണ്ട വേണ്ട. കാരണം നിങ്ങൾ പറഞ്ഞ അടുത്ത മുഖാവത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങളിവിടെ എന്ത് എല്ലാവരും ഇരിക്കവിടെ അതിന് ആവശ്യമില്ല. ആ കച്ചറൊന്നും വേണ്ട. അതൊന്നും നല്ല രീതിയല്ല, നല്ല ശൈലിയല്ല. ഞങ്ങൾ ഇത്രയേറെ മാന്യമായി പെരുമാറി, മാന്യമായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഒന്നല്ല, നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അടുത്ത മുഖാവത്തിൽ കാണാം. അടുത്ത മുഖാവത്തിന് ആവശ്യമില്ല. സംവാദാവട്ടെ, ഫൈസർ മോദി വരട്ടെ. ഞങ്ങളെ വിഷയം നമ്മുടെ എഴുതി കൊടുത്തേ വേണ്ട, എഴുതി കൊടുക്കുക. കാരണം എന്ത് പറയാൻ ഞങ്ങൾ പറയണ്ട അടുത്ത മുഖാവത്തിലാവാം. അത് വേണ്ട, എന്നെ കൊണ്ടുവരാൻ പേടി, നിങ്ങളെ മോനെ കൊണ്ടുവരാൻ പേടിണ്ടാ. എഴുതിക്കോളൂ. ഞങ്ങൾ എഴുതി തരാം. എഴുതി കൊടുക്കും. എഴുതി കൊടുക്കുക. വേണ്ട ഞങ്ങൾ എഴുതി തരുന്നു. നിങ്ങൾ എഴുതി തരും. എന്താ പേടി? എഴുതാനായിട്ടില്ല. അതന്നെ പ്രശ്നം. നിങ്ങൾ ഇതുവരെ ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പറയും അടുത്ത മുഖാമത്തിൽ ഞങ്ങൾ ആലിമീൻ എടുക്കുക. ഞങ്ങൾ പറഞ്ഞു ആലിമീന്റെ മുന്നിൽ വരാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ എഴുതിത്തരാം. ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം ശരിയല്ല, ആ രീതിക്ക് നേരം പെരുമാറരുത്. ആ രീതി ശരിയല്ല. ഇത്ര നേരം മാന്യമായിട്ട് നിങ്ങൾ ഇടപെട്ടിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല. ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. മാന്യമായിട്ട് നിൽക്കണം. മാന്യമായിട്ട് നമ്മളൊക്കെ ഒന്ന് മാറിക്കല്ലോ. മുന്നിലേക്ക് മാറിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങൾ എല്ലായിടത്തും കാണാനാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ കണ്ടങ്ങളെ കിതാബും കെട്ടും വന്ന ആളെ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. രണ്ടാമത്തെ ആളും പോയി. പിന്നെ അതിനിടയ്ക്ക് ആൾ വന്നിട്ട് കാര്യപ്പറമ്പ് ആളുകളെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ആളെ കാണാൻ തന്നില്ല. അയാളും പോയി. ഇനി പാവം ഒരു മുജീബുണ്ട്. മുജീബ് ചോദിക്കുമ്പോഴൊക്കെ എന്താ പറഞ്ഞത്? അടുത്ത മുഖാമത്തിൽ കാണാം. അതാ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതിത്തരാം. നിങ്ങളെ വാദം ഇപ്പൊ തന്നെ എഴുതി. ഞാൻ വ്യവസ്ഥ കൂടെ ആവശ്യമില്ലല്ലോ. മക്കൾ മാറിക്കും. എല്ലാവരും മാറിക്കും. ഒന്ന് മാറിക്കാൻ ഒരു മിനിറ്റ് നിൽക്കുക. ഞങ്ങൾ നിയന്ത്രിക്കും. ഒന്ന് മാറിക്കും. ആ പ്രശ്നം ഉണ്ടാക്കരുത് ദയവ്. നമ്മളെ വേദിയാണ്. നമ്മൾ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. ഇതുവരെ നമ്മൾ മാന്യമായിട്ടാണ്. ഇത് എങ്ങനെയും കരക്കണം പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വളം വെച്ചു കൊടുക്കരുത്. നമ്മൾ മാറിക്കും. അത് നിങ്ങൾ തന്നെ നിങ്ങളെ വേദികളെ മാറിക്കും. അതിനകത്ത് ചോദിക്കുന്നവരിക്കും. അതിനകത്ത് മാറിക്കും. ചോദിക്കുന്നവരെ മാത്രം അതിനകത്ത് മാറിക്കും. പറ്റില്ല. മാറിക്കും. എല്ലാവരും ചുള്ളിരിക്കും. ഇല്ല, അനുവദിക്കൂല. ചോദിക്കേണ്ട ആളുകളിരിക്കും. നിങ്ങളെ വേഗം നിങ്ങൾ ആൾക്കാർ നിൽക്കണ്ട. അതെന്താ ഒരു പറ്റൂല. വൺ സൈഡ് പറ്റൂല. മാറിക്കും. എല്ലാവരും മാറിക്കും. അല്ലെങ്കിൽ ഇരിക്കവിടെ. ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്ന കൂട്ടരെ. ഇതൊന്നാണ് മാത്രമല്ല. മാറിക്കും. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യം. എന്താ ബോധ്യപ്പെട്ടത്? ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങൾ ഉത്തരം നൽകാൻ പറയും. അത് മൗലവിയോടൊക്കെ ചോദിക്കേണ്ടതില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞാൻ അടുത്ത മുഖാമത്തിന് ആവശ്യമില്ല. ഞാൻ അടുത്ത മുഖാമത്തിന് ഞങ്ങൾ ഉത്തരം തരില്ലേ? ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞു. ഈ വിഷയങ്ങളൊപ്പുള്ളത് ഈ വിഷയത്തെക്കുറിച്ചുള്ള വാദം ഞങ്ങൾ എഴുതി തരുന്നു. ഇനി ഞങ്ങൾ എന്ത് പറയാൻ നിങ്ങളെന്താ പറയാം? അടുത്ത മുഖാമുഖം അത് പറയണ്ട. ഞങ്ങളെ വാദങ്ങൾ എപ്പോൾ എഴുതി തരുന്നു അതേപോലെ നിങ്ങളെ വാദങ്ങൾ എഴുതി തരും. പ്രശ്നങ്ങൾ എഴുതി അല്ലല്ല പർച്ചറല്ലോ എഴുതി. ഹലോ കാരിപ്പറമ്പ് ശാഖ SKSSF നമുക്ക് ഒരു ലെറ്റർ തന്നതിന്റെ പേരിലാണ് ഈ മുഖാമത്തിന് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ്. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ്. ഈ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇതാ ഇവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഹുസൈനിന്റെ ചങ്ങായിയാണ്. SKSSFന്റെ ആളാണ്. ഞാൻ ഇവിടുത്തെ എന്റെ മുതാമത മോനാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരുമേ ഞങ്ങൾ നാട്ടുകാരനാണ്. ഈ ചോദിക്കാൻ വന്ന ആൾക്കാരും നാട്ടുകാരാണ്. ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഞങ്ങളൊക്കെ ജനിക്കണേന്റെ അപ്പോ നിങ്ങൾക്ക് വാദപ്രതിവാദമാണ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡേറ്റും തരാം. ആ വിഷയം ഇപ്പൊ ഈ പറഞ്ഞ ഹദീസിന്റെ പേരിലാണെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അത് ഞങ്ങള് ഹുസൈനെ കാര്യപ്പെട്ട SKSSFന്റെ ആൾക്കാരെ ഞങ്ങൾ ഏൽപ്പിക്കും. അത് ഇപ്പം തന്നെ എഴുതണം എന്ന് പറഞ്ഞാൽ തീരുമാനം നടക്കൂല. ഉസ്താദിനെ ആരോ ഓര് വിളിക്കണ വെച്ചാൽ ഓല അറിയിച്ചോളൂ. ഞങ്ങള് സഹോദര ഇപ്പൊ എഴുതരുത് പറഞ്ഞ എന്തുകൊണ്ടറിയോ? ഞങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾ എഴുതാൻ ആവശ്യപ്പെട്ട എന്തുകൊണ്ടാ? ഞങ്ങൾ എഴുതുന്ന ആവശ്യപ്പെട്ട എന്തുകൊണ്ടാ? ഞങ്ങൾ പറഞ്ഞ ഉത്തരത്തിനൊക്കെ പറയട്ടെ. എന്താ നിനക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഞങ്ങൾ ഇവിടെ ഉത്തരം നിർമ്മിച്ചെന്ന് പറഞ്ഞു. അത് മൗലവിയോട് ചോദിക്കട്ടെ. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാ ഈ വിഷയം തന്നെ ആയിക്കോട്ടെ, നാളെ ചർച്ചക്ക് മാറണ്ട, ഇപ്പോൾ തന്നെ ആവാം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലെ ഇതുവരെ പറഞ്ഞല്ലോ. നേരത്തെ ഇവിടെ ഇബ്രാഹിം ചോദിച്ചു, അബ്ദുൾ റസാഖ് ചോദിച്ചു. ഞങ്ങളൊന്നും പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോ സംവാദത്തിന് തയ്യാറുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, റെഡിയാ, ഞങ്ങൾ എഴുതി തരാം. നിങ്ങൾക്ക് വെള്ള പേപ്പർ എഴുതി തരാൻ പ്രശ്നം?
നിങ്ങൾക്ക് എഴുതി തരാൻ എന്താ പ്രശ്നമുള്ളത്? ഞങ്ങൾ പറഞ്ഞ വാദം ആ ഇസ്തിഹാസക്ക് തെളിവാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അല്ലാതെ കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ധൈര്യം വരാത്തത്? അത്രയുള്ള പ്രശ്നം. അതിന് ഇഞ്ഞെന്തോണം? ഇനി മൗലവിയോട് ചോദിക്കണം, മൗലവിയുടെ സമ്മതം കിട്ടണം, ഇജ്തിഹാദ് നടത്തണം, ഇന്നലെ മൗലവിയെ തക്ലീദ് ചെയ്യണം, എന്നിട്ട് നടക്കുള്ളൂ. അതേ പറഞ്ഞത് അത് പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ സംഭവത്തെക്കുറിച്ച് തെളിവിന് പറ്റില്ല എന്ന് പറഞ്ഞ അതല്ല ഇതണ മതി. അത്രയുള്ള വിഷയമുള്ളൂ. അതാണ് പറയുന്നത്. ഇനി നമ്മൾ എഴുതി കൊടുത്ത് ഓരോ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ വേറൊന്നും പുതിയ ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ ഉദ്ധരിച്ച സംഭവം പറ്റില്ല എന്ന് പറഞ്ഞത് അതാണ് തന്നാ മതി. കഴിഞ്ഞ വിഷയം അത് മാത്രമേ തന്നാ മതി. ഞങ്ങൾ ഉദ്ധരിച്ച സംഭവം തെളിവിന് പറ്റില്ല എഴുതി. ഇതല്ലേ വിഷയമുള്ളൂ. ഞങ്ങൾ ചെങ്ങന്മാരെ ഇതിലും വലിയ ടീമിനെ പുറത്തങ്ങനെ സംവാദത്തിൽ ചെയ്തിട്ട് ആണോ അല്ലേ ചോദിച്ചു പോകുന്ന ആൾക്കാരാണ്. അത് പ്രശ്നമല്ലേ നിങ്ങൾക്ക്? ഒന്ന് റെഡിയാകി കഴിഞ്ഞില്ലേ? ഇവിടെ അൽഹംദുലില്ലാ നിങ്ങൾ ആലോചിച്ചൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാരിപ്പറമ്പിൽ മുസ്ലിമുകളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, ഇവിടെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു കെട്ടുമായിട്ട് ഒരു ബാഗുമായിട്ട് വന്നു, എല്ലാം ഞങ്ങളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അവസാനം എന്ത് വെച്ചു? നിങ്ങൾക്കവരാണ് നമ്മൾ അവർ പറഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് പോരാ അടുത്തത്. ഒന്നോടുള്ള അവസ്ഥ ഇതൊക്കെ ഇവിടെ നടന്ന വിഷയത്തിലടക്കം ഇവിടെ നടന്നല്ലോ. ഇതാണല്ലോ നമ്മളെ മുഖ്യ പ്രശ്നം. ഈ തൗഹീദിന്റെ വിഷയത്തിൽ നമുക്ക് ഒരു സംവാദം നടത്താം. വേണ്ട അല്ലെ? എല്ലാം അടങ്ങിയോട്ടെ, അതല്ലേ ഇവിടെ ചർച്ച ഉണ്ടായത്. അതും ഇതൊക്കെ എല്ലാം വേണ്ട. ഇവിടെ വന്ന ആളുകൾക്ക് എല്ലാം എല്ലാം അന്ന വിഷയം തൗഹീദ് വിഷയം തൗഹീദ് അത് ഞങ്ങൾ നാളെ അപ്പോഴും നിങ്ങൾ നാളെ ഈ സദസ്സിന് വിഷയിക്കോട്ടെ. വാദങ്ങൾ ആളെഴുതിയാൽ മതി. ഞാൻ പറയട്ടെ മൈക്കൂടി. അതായത് ഇപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇതിപ്പോ ഇവിടെ കാരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരും മുജാഹിദുകളുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോ ഇവിടെ ഇസ്തസ്കിരി ഉമ്മത്തിക്ക യാ റസൂലല്ലാ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ വാഹകരാരാണെന്ന് അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെ പണ്ഡിതന്മാർക്കല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഇമാം ഇബ്നു ഹജർ അസ്കലാനി എന്ന് പറഞ്ഞ ഇമാമിനെ ഉദ്ധരിക്കുമ്പോ അതിന്റെ എതിർ കക്ഷിയായിട്ട് ഇവർ ഉദ്ധരിക്കുന്നത് ഇവരുടെ പണ്ഡിതന്മാരെയാണ്. അപ്പോ ഇമാമിങ്ങളെ എതിർത്തുകൊണ്ട് ഇവരുടെ പണ്ഡിതന്മാരെങ്ങനെ അഭിപ്രായ വ്യത്യാസമാകുക? ഇതാണ് ഞങ്ങളെ ചോദ്യം. അപ്പോ അല്ല അങ്ങനല്ല, അത് പറ്റില്ല. അതെ വിഷയം ഒന്നു. അപ്പൊ രണ്ട് വിഷയം അല്ല നിങ്ങളെന്താ ഒരു സംവാദമാകുമ്പോ പ്ലീസ് ഒരു സംവാദമാകുമ്പോ രണ്ട് വിഷയമാണ് ഇവിടെ സജസ്റ്റ് അഭിപ്രായപ്പെട്ടത്. ഒന്ന് ഇസ്തസ്കിരി ഉമ്മത്തിക്ക യാ റസൂലല്ലാ എന്നുള്ള, അതിന് നിങ്ങൾ അസറെന്ന് പേരിട്ടോളൂ, ഞങ്ങൾ ഹദീസ് എന്ന് പറഞ്ഞോളാം, എന്തോ ആവട്ടെ. അത് ഇസ്തസ്കിരി ഉമ്മത്തിക്ക യാ റസൂലല്ലാ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാല് പ്രശ്നം തീർന്നല്ലോ. ഇസ്തസ്കിരി ഉമ്മത്തിക്ക യാ റസൂലല്ലാ ഇതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം തൗഹീദ്. അപ്പൊ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി. ഞങ്ങൾ പറഞ്ഞത് തൗഹീദ് എന്ന ഒരു വിഷയം ഇനി മാറാൻ പാടില്ല. കണ്ടോ ആലോചിക്കണ്ടില്ലേ? കാരണം മൗലവിയോട് ചോദിക്കണം, ഇതിൽ അപകടം ഉണ്ടോ എന്നുള്ളത് മൗലവിയോട് ചോദിക്കാൻ വേണ്ടി തല പുകയാ. അപ്പൊ തൗഹീദ് അല്ല, ഞാൻ പറയട്ടെ, തൗഹീദ് എന്ന വിഷയത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമല്ലേ അല്ലേ? അപ്പൊ ഒരു വിഷയം തൗഹീദ് ആയിക്കോട്ടെ, ഒരു വിഷയം തൗഹീദ്. രണ്ടാമത്തെ വിഷയം ഇസ്തസ്കിരി ഉമ്മത്തിക്ക യാ റസൂലല്ലാ എന്ന സംഭവം. അല്ല, വിഷയം നമ്മളിപ്പോ നാട്ടുകാർ റെഡിയാക്കുക, വിഷയം നാട്ടുകാർ റെഡിയാക്കുക, എന്നിട്ട് വാദം ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ലല്ല, ഇവിടെ ജനകീയം അല്ലെങ്കിൽ അല്ല